ഓക്കെ, അഞ്ചു ലാസ്റ്റ് ക്ലാസ്സിലെ ഇഷ്യൂ മാറിയോ അഞ്ചുവിന്റെ ആദ്യയുടെയും? ഇല്ല മാം, ഞാൻ പ്ലെയറൈറ്റിന്റെ കഴിഞ്ഞ ദിവസം ചാറ്റ് ഇട്ട പോലെ ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷെ അത് ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഫാറ്റൽ എറർ അടിക്കുകയാണ്. ഫാക്ടില് അപ്പൊ അന്ന് ഫാറ്റൽ എറർ അടിച്ചപ്പോ അതിൽ തന്നെ ഒരു സജഷൻ കാണിച്ചിരുന്നു, നമ്മൾ അത് കൊടുക്കുക ചെയ്തത്. ഇത്തവണ അങ്ങനെ സജഷൻ ഒന്നും വന്നില്ല. പക്ഷെ ഞാനപ്പോ അന്ന് നമ്മൾ കൊടുത്ത സജഷനിൽ കാട്ടിയ അതേ കമന്റ് എടുത്തിട്ട് ഞാൻ കൊടുത്തു. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ എന്നിട്ടും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് ഇനിറ്റ് കൊടുത്തില്ല, ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നില്ല ഇനിറ്റ് കൊടുക്കും. അത് ഞാൻ ബൈ മിസ്റ്റേക്കിൽ പറഞ്ഞതാ. നമ്മള് ഇനിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അവിടെ റെപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോക്കലി ഇനിറ്റ് ചെയ്യുന്നത് ലോക്കലി ഇനിറ്റ് ചെയ്യാനാണ്. അല്ല, ലോക്കലി ഇനിറ്റ് മീൻസ് നമ്മള് ഓൾറെഡി റെപ്പോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എവിടെ, ഗിറ്റ് ഹബിലാണോ? അത് തന്നെ, ഗിറ്റ് ഹബിനകത്ത് നമ്മളൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇവിടെ ഇനിറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഗിറ്റിന്റെ ഫോൾഡറും എന്ത് ചെയ്യും, ആ ഫോൾഡറിനകത്ത് ഒരു റെപ്പോ പോലെ ലോക്കൽ റെപ്പോസിറ്ററിയും കൂടെ ക്രിയേറ്റ് ആവും. അപ്പൊ അത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് അടിച്ചിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഇഷ്യൂ വന്നത്. അത് ആ കോൺഫ്ലിക്റ്റ് മാറിയായിരുന്നോ നമ്മളെ ആ ഒരു മീൻസ് ആ ഒരു ലാസ്റ്റ് കേസിൽ എടുക്കാം. പ്ലേ റൈറ്റിന്റെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. അതിന് മുന്നേ ഉണ്ടായിരുന്നില്ല JS ആഡ് ചെയ്തത്, അത് ആഡ് ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ട്? ഞാൻ പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ അതിൽ നോക്കിയില്ല, കാരണം ആവാത്തോണ്ട് എനിക്ക് വേറെ കമന്റ് കൊടുക്കാൻ അറിയാത്തോണ്ട് ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ, അത് ശരി. അനീഷിന്റെ പ്ലേ റൈറ്റ് ആഡ് ചെയ്യാൻ പറ്റിയായിരുന്നു അനീഷിന്? ഇല്ല, ഞാനും നോക്കിയിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. ജെറിന്റെ അതിന്റെ രാഹുൽ വീഡിയോ എന്റെ ശരിയായിട്ടില്ല. ഞാനന്ന് ഫ്രൈഡേ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ചെയ്തില്ല. കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് നോക്കാം. രാഹുൽ വീഡിയോ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല മിസ്സേ, കണ്ടില്ല. ഗിറ്റ് ഹബിന്റെ ആണോ? അത് കണ്ടില്ല. ഗിറ്റ് ഹബിൽ അക്കൗണ്ട് ഉണ്ടാക്കി അവിടെ വരെ ആയുള്ളൂ. മറ്റേ ഇതിൽ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ അത് ചെയ്യുന്ന ഞാൻ ചെയ്തില്ല. ഇത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കണേ. ചെയ്യാം. അപ്പൊ അഞ്ജുവിന്റെ സ്ക്രീൻ ഒന്ന് കാണിച്ചു നോക്കട്ടെ. അഖില് ജോയിൻ ആയിട്ടില്ലേ? ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, കോഡ് എടുത്തേടാ. ലാസ്റ്റത്തെ പ്ലേ റൈറ്റ് അല്ലാതെ ജാവാസ്ക്രിപ്റ്റിന്റെ അടുത്ത്. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ആഡ് ഒക്കെ കൊടുത്തു, പക്ഷെ എന്തോ ഒരടിച്ചെടുക്കല്ലേ ഉണ്ടായിരുന്നേ, അതിനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. ഇന്ന് ഞാൻ എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, കുറെ സൈൻ ഔട്ട് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്തിട്ടൊക്കെയാണ് പ്ലേ റൈറ്റിന്റെ ഫോൾഡർ ചെയ്യാൻ നോക്കിയത്. പക്ഷെ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റേജിന്റെ അപ്പുറത്തോട്ട് പോകുന്നില്ല. നോക്കാം നമുക്ക് എന്താ. ഇനി ഗിറ്റ് ഹബ് ഒന്ന് എടുത്തേടാ ബാക്ക്ഗ്രൗണ്ടില്. ഇത് വൺ സൈൻ ഇൻ ചെയ്താൽ പിന്നെ അങ്ങനെ തന്നെ കിടക്കുമല്ലേ? ലോഗൗട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അത് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ഇടയ്ക്ക് വർക്കിന്റെ ഇടയിൽ നോക്കിയിരുന്നു ഞാൻ. അപ്പൊ പക്ഷെ ശരിയായില്ല എനിക്ക്, അപ്പൊ പിന്നെ ഞാൻ നിർത്തി. അതിനകത്ത് നമ്മുടെ ആ റെപ്പോസിറ്ററി എടുത്ത് JS പ്രോഗ്രാം അവിടെ താഴെ തന്നെ ഉണ്ടാവും ലിസ്റ്റിനകത്ത്, ഏറ്റവും ആദ്യം കിടക്കുന്ന. ഓക്കെ, ഒന്ന് റീഫ്രഷ് ചെയ്താൽ വന്നിട്ടില്ലല്ലോ. നമ്മൾ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പുഷ് ചെയ്യാൻ പോവാണ്. ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ലാസ്റ്റ് എന്തോ എററാണല്ലോ, എററിന് വേണ്ടിയിട്ടാണ്. ഗിറ്റ് പുഷ് ഒറിജിൻ അടിച്ചാൽ മതി, ജസ്റ്റ് അത്രയും അടിച്ചാൽ മതി. ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഗിറ്റ് പുഷ് ഒറിജിൻ അത്രയും കൊടുത്താലും മതി. ഓക്കെ, ഗിറ്റ് ഇതിനകത്ത് വന്നിട്ട് കറന്റ് ബ്രാഞ്ച് മെയിൻ ഹാസ് നോ, ഒരു മിനിറ്റ് ആകില്ല ചോദിക്കട്ടെ. upstream branch push the current branch, set the remote upstream using set upstream origin main to എല്ലായിരുന്നല്ലോ ലാസ്റ്റ് തന്നെ. to have this automatically for branch without a tracking upstream. എനിക്കും ഇത് തന്നെ വന്നേക്കാം അഞ്ജുവിനെ പോലെ. ഓക്കെ ഞാൻ ചാറ്റിനകത്ത് ഇടുന്ന കമാൻഡ്സ് എന്ത് ചെയ്യാം, അതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓരോന്നോരോന്നായിട്ട്. ജസ്റ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. പിന്നെ ഒന്നും കൂടെ ഫുള്ള് ഓക്കെ,
ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഇത് വർക്കായ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ജസ്റ്റ് ഓരോന്നോരോന്നായി ചെയ്യാം. നത്തിങ് ടു കമ്മിറ്റ്. ഓക്കെ, അടുത്തത് ചെയ്തോ, കുഴപ്പമില്ല. അടുത്തത് പുള്ള് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ള് ചെയ്ത് എടുക്കുക. പുഷ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക, പുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കുക. അതായത് ലാസ്റ്റ് ചേഞ്ചിന് ഓക്കെ ബ്രേഞ്ചിനകത്താണ് സ്റ്റാറ്റസ് കൊടുക്കട്ടെ. സ്റ്റാറ്റസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഗിറ്റ് പുഷ് ഒറിജിൻ കൊടുത്തേ. ഓക്കെ, ഇനി മാം ഗിറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് പുഷ് ഒറിജിൻ ആണോ കൊടുക്കണ്ടേ? എടാ ഞാൻ ഗിറ്റ് പുള്ള് ഞാൻ ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കുവോ? ഗിറ്റ് പുള്ള് ഒറിജിൻ __ റീബേസ്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തതിനകത്ത് എന്തോ അതിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്തു, റീബേസ് ചെയ്തെടുത്തു. അതായത് ലാസ്റ്റ് ചെയ്ത ചേഞ്ചിനെ പുള്ള് ചെയ്യാന്നറിയാം. പുള്ള് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുക്കുക, പുഷ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഒന്നും കൂടെ പുഷ് ചെയ്ത് കൊടുത്തു. അത്രേ ചെയ്തുള്ളൂ, സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ മാം ഇനിയിപ്പോ പ്ലേറൈറ്റിന്റെ നമ്മൾ പുതിയൊരു ഫോൾഡർ അല്ലേ, അപ്പൊ നമ്മൾ അവിടെ റെപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ റെപ്പോ ആയതുകൊണ്ട് നമ്മൾ അപ്പൊ ഗിറ്റ് ഇനിറ്റ് കൊടുക്കണ്ടേ? ഇതിപ്പോ ജാവാസ്ക്രിപ്റ്റിന് സെപ്പറേറ്റ് അല്ലേ നമ്മൾ ഉണ്ടാക്കിയത്? അവിടെ നമ്മൾ ഇനിറ്റ് കൊടുക്കാതെ ചെയ്യാം. അവിടെ നോക്കട്ടെ, എല്ലാവരുടെയും നോക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് വരാം. ഇതിപ്പോ അഞ്ജുവിന് കിട്ടി. ഓക്കെ, ഇനി ആർക്കാ കിട്ടാതിരുന്നുണ്ടായിരുന്നേ ലാസ്റ്റ്? റിഫ്രഷ് ചെയ്യണോ ഇത്? റിഫ്രഷ് ചെയ്ത് നോക്ക്. എനിക്കിപ്പോ വർക്കായി. ചെറിയ എനിക്കും വർക്ക് ആയിട്ടുണ്ട്, പുഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനന്ന് പക്ഷെ ഞാനിപ്പോ ഫോണിൽ ഇറങ്ങി അന്ന് എനിക്ക് ഈ പറഞ്ഞല്ലോ നമ്മുടെ മറ്റേ ഇനിറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോ ChatGPT പറഞ്ഞ അൺറിസോൾവ് അങ്ങനെ എന്തോ ഒരു കമാൻഡ് കൊടുത്തപ്പോ എനിക്ക് സംഭവം ശരിയായി. എന്നിട്ട് പിന്നെ അത് പുള്ളി ചെയ്ത് പുഷ് ചെയ്തപ്പോ സംഭവം ഓക്കെ ആയി. ആ ഇഷ്യൂ ഉണ്ടായിരുന്ന തന്നെ ഫിക്സ് ആയി. പുള്ള് ചെയ്തിട്ട് അതായത് നമ്മൾ ചെയ്ത ചേഞ്ച് ഒന്ന് അത് ലോക്കൽ ഹോസ്റ്റിനകത്തുനിന്ന് ഇതിനകത്തേക്ക് നമ്മളുടെ റെപ്പോസിറ്ററിയുടെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രേ ചെയ്തുള്ളൂ. രണ്ടും കൂടി ആയപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ മതി. നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ ഇനിറ്റ് ചെയ്യണമെന്നില്ല. ആദ്യം നമ്മൾ __ ആ ഒരു ഇതില്ലേ, യൂസർ നെയിം ഇമെയിൽ ID അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, വീണ്ടും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, കമ്മിറ്റ് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുക. കമ്മിറ്റ് മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, എന്താ പറയുക, ഒരു നമ്മുടെ URL ഉണ്ടല്ലോ, ഗിറ്റിന്റെ URL ആഡ് ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ടായിരുന്നല്ലോ, ആ കമാൻഡിനകത്ത് നമ്മുടെ URL പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ എന്ന് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇത്രയും 4 സ്റ്റെപ്പാണ് ഗിറ്റിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ JS എല്ലാവരും ആഡ് ആയി എന്നല്ലേ പറയണേ. രാഹുൽ വീഡിയോ കാണുക, അതിനകത്തൊരു സ്റ്റെക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്തേക്ക്. ഗിറ്റ് ഇനിറ്റ് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രൈഡേത്തെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് പ്ലസിന്റെ ആപ്പിൽ ചാറ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണണമെന്നില്ല, ജസ്റ്റ് ആ ഓർഡറിൽ അങ്ങ് എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്ത് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അതൊക്കെ വീഡിയോയിൽ നോക്കുക. പിന്നെ ഉള്ളത് കമാൻഡ്സ് ആണ്. അതിനകത്ത് ഗിറ്റ് ഇനിറ്റ് മുതലാണ് ഞാൻ കൊടുത്തേക്കുന്നേ തോന്നുന്നു. ഗിറ്റ് ഇനിറ്റ് വേണ്ട, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇത് ഓർഡറിൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ വർക്കാവും. ഓക്കെ, അതാണ് അതിൻ്റെ ഓർഡർ. ഇനി നമുക്ക് പ്ലേറൈറ്റിന്റെ കേസ് എടുക്കാം. പ്ലേറൈറ്റിൽ അഞ്ജുവിന് എന്താ വരുന്നത്? എനിക്കത് ആദ്യമേ ഫാറ്റലർ അടിച്ചു മാം. അതുകൊണ്ട് എനിക്ക് ഇത് ശരിയാവാത്തതുകൊണ്ട് അതിലെന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കുറെ തവണ നോക്കി, ഞാൻ ലോഗ് ഔട്ട് ചെയ്തിട്ടൊക്കെ റിഫ്രഷ് ചെയ്തൊക്കെ നോക്കി, പക്ഷെ സ്റ്റാറ്റസ് കൊടുക്കുമ്പോഴേ ഫാറ്റലർ എന്ന് വരും. ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ റെപ്പോ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അതിനകത്തോട്ടൊന്നും വന്നൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാനത് വിട്ടു. ഇത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടി അത് ചെയ്യാം മാം, അതായിരിക്കും നല്ലത്. അത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്യാത്ത ഒരാളെടുത്ത് നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാം. ഞാൻ ഷെയർ ചെയ്യട്ടെ. 5 മിനിറ്റ് സ്റ്റെക്കായി നിൽക്കാന്നല്ലേ പറഞ്ഞു. നമുക്ക് നോക്കാതെ സ്റ്റാർട്ടിങ് തൊട്ട് എടുത്ത് നോക്കാം. നമുക്ക് അനീഷും ജെറിനും ചെയ്തിട്ടില്ലല്ലോ, അഖിലൊന്നും? ഇപ്പൊ ചെയ്യാൻ പോകുന്നതിന്റെ ഓരോ കമാൻഡും മാം ഇപ്പൊ നേരത്തെ തൊട്ട് ചാറ്റിലിടും. അപ്പൊ പിന്നെ കൊടുക്കുമ്പോൾ സെയിം ആ ഓർഡർ തന്നെ നമ്മൾ ജസ്റ്റ് ആ കമാൻഡ്സ് തന്നെ എടുക്കാൻ പോകുന്നത്, വേറെ ഒന്നുമില്ല. ആ കമാൻഡ്സ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ,
നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ പോവാം. ആ കമാൻഡ്സ് നോക്കിയിട്ട് തന്നെ ചെയ്തിട്ടില്ല. മൈമിന്റെ ചാറ്റ് ഇല്ലേ നമ്മുടെ ആപ്പിനകത്ത്, അതിനകത്ത് സേവ് ചെയ്ത് വെച്ചേക്കണേ. നമ്മുടെ ചാറ്റ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ അർച്ചീവ് ആയിടും. പിന്നെ നമുക്ക് ചാറ്റിനകത്തുനിന്ന് കിട്ടില്ല. അപ്പം ഇതിന് അകത്തിടയ്ക്ക് എന്തൊക്കെയോ എറേഴ്സ് വന്നപ്പോ നമ്മൾ അതിനിടയ്ക്ക് അതൊക്കെ റിസോൾവ് ചെയ്യാൻ വേറെ കുറെ കമാൻഡ്സ് കൊടുത്തോണ്ട് അത് ഞാൻ രണ്ടാമത്തെ സെക്ഷനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. രണ്ട് സെക്ഷനായിട്ട് ഞാൻ 2 കമന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിന് ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തോ? ഇല്ല, ക്രിയേറ്റ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണോ അതോ ജസ്റ്റ് വെബിൽ ആക്സസ് ചെയ്താൽ മതിയോ അക്കൗണ്ട്? ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗിറ്റിന്റെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള ഒരു ഗിറ്റിന്റെ വിൻഡോയുടെ താഴെ ഒരു സ്റ്റാൻഡ് ലോൺ വേർഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇൻസ്റ്റാൾ ചെയ്യണം. അത്രേ വേണ്ടുള്ളൂ. അത് റീഡ്മി ഫയൽ ഓപ്പൺ ചെയ്തിട്ടേക്കണം. താഴെ റീഡ്മി ആഡ് റീഡ്മി എന്ന് പറഞ്ഞിട്ടുണ്ടോ, ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കാം. എന്നിട്ട് ഗിറ്റ് ഹബാണ് നമുക്ക് ബ്രൗസറിൽ ജസ്റ്റ് ഗിറ്റ് ഹബ് ലോഗിൻ എന്ന് കൊടുക്കാം. അക്കൗണ്ട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അക്കൗണ്ടുള്ള യൂസർ നെയിമും പാസ്വേഡും അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാണ് നമ്മുടെ ഗിറ്റിന്റെ URL. ഇനി നമുക്ക് ഈ URL കണക്ട് ചെയ്യാം. അതുകൊണ്ട് ഇനിറ്റ് ഒന്നും കൊടുക്കണില്ല. നമ്മുടെ ഇതിനകത്തേക്ക് വരിക. ഓക്കെ. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ഗിറ്റ് സ്റ്റാറ്റസ് എല്ലാരും ക്രിയേറ്റ് ചെയ്തോ? റെപ്പോ ക്രിയേറ്റ് ചെയ്തോ? ചെയ്യാത്തവര് ഞാൻ ഓക്കെ. ആദ്യം നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു എന്താണ് ഫാറ്റൽ നമ്മൾ അന്ന് ചെയ്തില്ലേ, ഹൈഫൺ യൂസർ നെയിം ഡോട്ട് യൂസർ നെയിം ഈക്വൽ ടു ഇമെയിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാറ്റിനകത്തിട്ടില്ലേ? അത് ഞാൻ കൊടുത്തിരുന്നു മാം. ഈ ഫാറ്റലർ വന്നപ്പോൾ ഞാൻ അത് കൊടുത്തു. പക്ഷെ എന്നിട്ടും എനിക്ക് മാറിയില്ല. അപ്പൊ വേറെ എന്താ അതെ. ഓക്കെ, ഒരു മിനിറ്റ് ആണ്, ഞാൻ ആ ഇത് ഇടട്ടെ. ആ കോഡ് നോക്കട്ടെ എന്തായിരുന്നു അതിന്റെ ഇഷ്യൂ. ഓക്കെ, ഞാൻ ചാറ്റിനകത്ത് നിന്ന് എടുത്തുതരാം. സെയിം ഇതേപോലെ ഒന്ന് കൊടുത്തേ. കോപ്പി ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ആക്കിയാൽ മതി. പേസ്റ്റ് ചെയ്തപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. ഓരോന്ന് എടുക്കുവോ? ഓരോന്ന് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്യാൻ കൺട്രോൾ V അടിക്കടാ, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. Ctrl+C Ctrl+V അടിക്കുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഓപ്ഷൻ എടുത്ത് കോപ്പി പേസ്റ്റ് ഉണ്ട്. ഓക്കെ, യുവർ നെയിം കൊടുത്ത് നമ്മുടെ യൂസർ നെയിം അത്രയും കൊടുക്കണോ? യൂസർ നെയിം കൊടുക്കണോ? എന്താണ് കേട്ടില്ല? റേറ്റ് അതെല്ലാം കൊടുക്കണോ അതോ ജസ്റ്റ് പേര് മാത്രം? ഇപ്പൊ 5ന്റെ ഇതിപ്പോ ആതിരയുടെ യൂസർ നെയിം എത്രയാ? ആതിര അത് കണ്ടോ അവിടെ മുകളിൽ കണ്ടോ 91 ആതിര റാം. ഓക്കെ, അതാണ് യൂസർ നെയിം ഉള്ളത്. ഓക്കെ, അത് അതേപോലെ തന്നെ കൊടുക്കാം. യൂസർ നെയിം ഈക്വൽ ടു എന്നാണ്, യൂസർ നെയിം ഈക്വൽ ടു എന്ന് കൊടുക്കണം. അങ്ങനെയല്ലേ? ജസ്റ്റ് യൂസർ നെയിം എന്നേ ഉള്ളൂ. യൂസർ നെയിം എന്നുള്ളൂ. ഓക്കെ, എന്നാ അങ്ങനെ ടൈപ്പ് ചെയ്തു. ഞാൻ തന്നെ ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ അടിക്കട്ടെ. നെക്സ്റ്റ് എൻട്രി ക്ലിക്ക് ചെയ്തോ. അതേപോലെ ഇമെയിൽ ഐഡിയും കൊടുക്കാം. ജസ്റ്റ് എൻട്രി ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ എന്താ വന്നേ? എടാ ഒരു സ്ക്രീൻ ഒന്ന് ഇത് മാക്സിമൈസ് ചെയ്യുമോ? മറ്റേ സ്ക്രീൻ വേണ്ടല്ലോ, മറ്റേ സ്ക്രീൻ ചെയ്തിട്ട് മാക്സിമൈസ് ചെയ്യും. ഓക്കെ, ഇനി ഒന്നും കൂടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തേ. ഓക്കെ, നോക്കാം. ഫാറ്റൽ റെപ്പോസിറ്ററി, എനി പാരന്റ് ഡയറക്ടറി ഓർ എനി ഗിറ്റ്. ഇനി ഗിറ്റിനിറ്റ് കൊടുക്കാത്തതിൻ്റെയാണെന്ന്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മൾ മറ്റേ ഗിറ്റ് സെറ്റപ്പ് ചെയ്യുമ്പോഴേ ഏത് എഡിറ്റർ യൂസ് ചെയ്യണം ഗിറ്റിന്? വിം ആണോ? കേട്ടില്ല.
നമ്മള് ഡിഫോൾട്ട് എഡിറ്റർ ഏത് യൂസ് ചെയ്യണം ഗിറ്റിന്? എഡിറ്റർ ഏതൊക്കെയാ? ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക്, അതിനകത്ത് ഏതൊക്കെയാ കാണിക്കുന്നത്? വിം ഉണ്ട്, പിന്നെ നോട്ട് പാഡ് പ്ലസ് പ്ലസ് ഉണ്ട്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്, അത് വിഷ്വൽ ഡിഫോൾട്ട് ആയിട്ട് ഏതാ കിടക്കുന്നത് അത് തന്നെ മതി. അതിന് പ്രത്യേകിച്ച് ഒന്നും സെറ്റ് ചെയ്യണ്ട. നെക്സ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വിം ആണ് ഡിഫോൾട്ട് അത് മതി. കിടക്കുന്നത്. പിന്നെ മറ്റേ അടുത്തത് നമ്മള് ലെറ്റ് ഗിറ്റ് ഡിസൈഡ് ആണോ ഓവർ റൈഡ് ആണോ കൊടുക്കേണ്ടത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സ്ക്രീൻ തന്നെ കാണേണ്ടി വരും. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. ഇല്ല കുഴപ്പമില്ല, ഞാൻ മറ്റേ വീഡിയോ നോക്കാം. ഓക്കെ സെയിം ഇത് തന്നെയല്ലേ, ഞാൻ നോക്കാം. ഓക്കെ. രാഹുലെല്ലാം ഡിഫോൾട്ട് ആയിട്ടുള്ള ബട്ടൺ ജസ്റ്റ് സെലക്ടഡ് എല്ലാം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു പോകുന്നേ ഉള്ളൂ. ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അതിനകത്ത്. ഒന്നും അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല. ഓക്കെ. മാം, ഞാൻ ആദ്യം ഗിറ്റിനിറ്റ് അടിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് അടിക്കുമ്പോ നോക്കട്ടെ. പക്ഷെ നമ്മള് ലോക്കലി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് ഇതുപോലെ ഈ കൊടുത്തിട്ടുണ്ടെങ്കിലേ അതാണ് നമുക്ക് ലാസ്റ്റ് എറർ അടിക്കുന്നില്ലേ. അല്ലെങ്കിൽ പിന്നെ ആ എറർ അന്ന് നമ്മൾ ചെയ്ത പോലെ എല്ലാ കേസിലും സോൾവ് ചെയ്യേണ്ടി വരും. അല്ല മാം, പക്ഷേ പ്ലേ റൈറ്റിന് വേണ്ടിട്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ശരിക്കും? ഇപ്പൊ അത് വേറെ രണ്ട് റെപ്പോസിറ്ററി അല്ലേ? അല്ലല്ലോ, ഇപ്പൊ ക്രിയേറ്റ് ചെയ്തില്ലേ റെപ്പോസിറ്ററി? അപ്പൊ ഇനിറ്റ് വേണ്ട, പുതുതിന് ഇനിറ്റ് കൊടുക്കണ്ട. അതല്ലടാ, ഈ ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ വന്നല്ലോ. ആ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞത് നമ്മൾ ഈ ഇനിറ്റ് ഇവിടെ കൊടുത്ത്, ഞാൻ നോർമലി അങ്ങനെ ചെയ്യാറില്ല. ഇതുവരത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ഗിറ്റ് ഇനിറ്റ് ഇവിടെ കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ഇവിടെ ഗിറ്റ് ഹബിനകത്ത് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് അത് കണക്ട് ചെയ്യുക ചെയ്യാറ്. ഇങ്ങനെ നമ്മളിവിടെ ഗിറ്റ് ഇനിറ്റ് എന്ന് കൂടെ അടിക്കുമ്പോൾ നമുക്ക് ലോക്കലി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ഒക്കെ ലോക്കലി ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് പോലെ അടിച്ചില്ലേ നമുക്ക് 2 റെപ്പോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫ്ലിക്റ്റ് അടിച്ചില്ലേ. അതുകൊണ്ടാ. ഒന്ന് ഈ ഗിറ്റ് ഇനിറ്റ് അടിച്ചപ്പോൾ ക്രിയേറ്റ് ആയതും പിന്നെ നമ്മൾ URL പാസ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഗിറ്റ് ഹബിന്റെ URL ആണ് പാസ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ പാസ്വേഡ് കറക്റ്റ് ആണ്. അല്ല, ഇത് കറക്റ്റ് CD പ്ലേ റൈറ്റിനകത്താണ്. ഓക്കെ, നമുക്ക് ഓക്കെ. ആദ്യം നമ്മുടെ എന്നാൽ URL ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാൻ ചാറ്റിനകത്ത് ഇടണം. ഗിറ്റ് റിമോട്ട് നമ്മൾ അന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇത് എടുത്തില്ലേ, ഗിറ്റ് റിമോട്ട് എന്തായിരുന്നു, ആഡ് ഒറിജിൻ അല്ല, അതിനകത്തുനിന്ന് ഞാൻ കോപ്പി ചെയ്ത് തരാം, അതായിരിക്കും നല്ലത്. ഗിറ്റ് റിമോട്ട് ഓക്കെ, ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ നമ്മുടെ റിപ്പോസിറ്ററിയുടെ ഇതൊന്ന് കൊടുത്തു നോക്കിയാൽ ഇനിറ്റിന് പകരം ഈ ഒരു ഇത് കൊടുത്തു നോക്കിയാൽ ഇത് യൂസർ നെയിം പാസ്വേഡിന് ശേഷം കൊടുക്കണ്ടാണോ? അതെ തന്നെ. എന്നിട്ട് യൂസർ നെയിം പാസ്വേഡ് രണ്ടാമത് അടിക്കണേ. ആദ്യം ഇത് കൊടുക്കുക, എന്നിട്ട് യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. നമ്മുടെ URL ആയിട്ട് നമ്മുടെ ഒരു URL ഇല്ലേ, ഗിറ്റിന്റെ URL, ആ ഗ്രീൻ കളർ കോഡിനെ എക്സ്റ്റെൻഡ് ചെയ്തുമ്പോൾ ആ ഗ്രീൻ കളറിന് HTTP എന്ന് പറഞ്ഞിട്ട് ഒരു URL കിട്ടില്ലേ, അത് തന്നെ. അത് ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളില് ആംഗിൾ ബ്രേസസ് ഒന്നും വേണ്ട, ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി അവിടെ. ജസ്റ്റ് ഓക്കെ, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒന്നും കൂടെ ഇതിനകത്ത് വീണ്ടും ഫാറ്റൽ നോട്ട്, അതായത് ഡോട്ട് ഗിറ്റിന്റെ ഇത് കിട്ടാത്തതാണ് ഇഷ്യൂ. എന്താ നോക്കാം. ഓക്കെ, നമ്മുടെ URL ആയിട്ട് കണക്ട് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഓക്കെ ഈ ഒരു കമാൻഡ് അടിച്ച് ഗിറ്റ് റിമോട്ട് -v എന്നടിച്ചേ ചെയ്യണം. നോക്കട്ടെ, ഇന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇനിറ്റ് കൊടുത്തിട്ട് തന്നെ ചെയ്യണോ അതോ നമുക്ക് അന്ന് ഇനിറ്റ് കൊടുത്തപ്പോൾ ഫസ്റ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എൻഡിലെത്തിയപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് അടിച്ചു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് കൊടുക്കാതെ ഡയറക്റ്റ് നമ്മുടെ റെക്കോർഡ് URL കൊടുത്തത്. സ്റ്റോപ്പ് ഷെയറിംഗ് ഹൈഡ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കും.
ഇനിറ്റ് അടിക്കാതെ ഇത് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എൻ്റെ എപ്പോഴും എല്ലാ കേസിലും ആ കോൺഫ്ലിക്റ്റ് അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പഠിക്കേണ്ടി വരും. ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പാട്ട് നോക്കി ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ മനസ്സിലായി. ഗിറ്റ് ലിങ്ക്ഡ് ആണ്. എനിക്ക് ഐക്കൺ കാണാൻ പറ്റുന്നില്ല. നോർമലി ആ ജാവാസ്ക്രിപ്റ്റിന്റെ ഇപ്പറയായിട്ട് ഒരു ഗിറ്റിന്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടന്റെ ബോട്ടം റൈറ്റ് കോർണർ. ആ ഫ്രോഗിന്റെ പോലത്തെയാണോ? ഓക്കെ, എന്റെ അതുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. പക്ഷെ സംഭവം ഇവിടെ അത് കോപ്പൈലറ്റ്. ഇവിടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കിയേ. ഏതിലാ? മുകളിൽ അതിന്റെ മുകളിലെടുത്താൽ തന്നെ നേരത്തെ സെറ്റിംഗ്സ് ഇല്ല, മുകളില് സെറ്റിംഗ്സ് ഇല്ലേ, താഴത്തെ ഏറ്റവും താഴെ വരും, ഏറ്റവും താഴെ അതിന്റെ മുകളിൽ ഒരു അക്കൗണ്ട്സ് ഇല്ലേ, അതിന്റെ സെറ്റിംഗ്സിന്റെ മുകളിലുള്ള അക്കൗണ്ട് ഇത് സെറ്റിംഗ്സിന്റെ മീതെ ഒരു തല പോലെ ഉള്ളതില്ലേ, ഇതാണോ? അതല്ലേടാ, അത് ക്ലോസ് ചെയ്യും. സെറ്റിംഗ്സിന്റെ മീതെ സെറ്റിംഗ്സിന്റെ മുകളിൽ ഒരു പ്രൊഫൈൽ. ഓക്കെ, കണക്റ്റ് ആണ്. നോക്കട്ടെ, ഇതിനകത്ത് നമ്മള് ഗിറ്റ് ഒന്നും വരുന്നില്ല. ബാക്കി നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാതെ ജെറിന് എന്താ വരുന്നത്? എനിക്ക് ആ സെയിം അറിയാം. ഓക്കെ, അനീഷ് ആണെങ്കിൽ ഗിറ്റിനിട്ട് കൊടുത്തു അല്ലേ? കുഴപ്പമില്ല. എനിക്ക് ഇതുപോലെ എറർ അടിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ചാറ്റ്ജിപിടിയിലെ സെയിം എറർ എടുത്തിട്ട് കൊടുക്കുക. അപ്പൊ ഓരോ എറർ ഫേസ് ചെയ്യുമ്പോൾ റിസോൾവ് ചെയ്യാനുള്ള കമാൻഡ് ഇങ്ങനെ തന്നോണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് എറർ അടിച്ചു. അതുകൊണ്ട് ആ എറർ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇനിറ്റ് സോൾവ് ചെയ്തിട്ട് ഇനിറ്റ് ഇല്ലാതെ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞത്. അതായത് ഇനിറ്റ് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു എന്തോ 2 റീഡ്മി ഫയൽ എന്തോ ക്രിയേറ്റ് ആവുമല്ലേ, അങ്ങനെ എന്തോ ആയിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നത്. നമ്മുടെ ലോക്കലിലും വരുന്നുണ്ട്, ആ ലോക്കലിലും ജിറ്റിലും ക്രിയേറ്റ് വരുന്നുണ്ട്. നമ്മൾ കൊടുത്തേക്കുന്നതാണെങ്കിൽ അവിടുത്തെ URL ആണ്. അതായിരുന്നു നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ ഗിറ്റിനിട്ട് കൊടുക്കാതെ ചെയ്തോണ്ടിരുന്ന നോർമൽ സ്റ്റെപ്സ് തന്നെ ചെയ്ത. ഇനിയിപ്പോ ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? വർക്ക് ആവണില്ല. നോക്കട്ടെ ഒന്നും കൂടെ. ഗിറ്റിന്റെ ഇത് എടുത്താടാ, ഗിറ്റ് നമ്മുടെ സബ് എടുത്ത് ജസ്റ്റ് ഓൾറെഡി കോപ്പി അല്ലേ. ഓക്കെ, കോഡ് എടുത്ത് ഈ ഡോട്ട് ഗിറ്റ് ഇല്ലാത്തതാണ് ഇഷ്യൂ. ഡോട്ട് ഗിറ്റ് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇനിറ്റ് എടുത്തു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ക്ലോൺ ചെയ്യേണ്ടി വരും. ക്ലോൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോൺ ചെയ്യാൻ ജിറ്റപ്പിൽ ഇപ്പൊ നിലവിലൊന്നും ഇല്ലല്ലോ. ഇല്ല, അപ്പൊ ഇതിനെ ക്ലോൺ ചെയ്യേണ്ടി വരും. അതാ ഞാൻ ആലോചിച്ചത്. വെറുതെ ക്ലോൺ ചെയ്യാം, അപ്പൊ നമുക്ക് ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടെ വരും. ജസ്റ്റ് ക്ലോൺ ചെയ്തെടുക്കുക. ക്ലോൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പറഞ്ഞുതരാം ആദ്യം. അത് നമ്മുടെ റെപ്പോസിറ്ററിയിലുള്ള പ്രൊജക്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വേറൊരു സിസ്റ്റത്തിനകത്ത് നമുക്ക് യൂസ് ചെയ്യാന്ന്. അപ്പൊ ആ യൂസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അതിനെയാണ് ക്ലോൺ ചെയ്യാന്ന് പറയാം. ഞാൻ ഇവിടെ പുഷ് ചെയ്ത് ഈ സിസ്റ്റത്തിൽ നിന്ന് പുഷ് ചെയ്തത് അഞ്ജുവിന്റെ സിസ്റ്റത്തിൽ നിന്ന് ക്ലോൺ ചെയ്യാം. മനസ്സിലായോ? അതന്നെയാണ് ആ ക്ലോൺ എന്ന് പറയുന്ന വേർഡ്. അപ്പൊ അങ്ങനെ ക്ലോൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ പ്രൊജക്റ്റിന്റെ ഒരു സ്ട്രക്ചർ കിട്ടും, കൂട്ടത്തിൽ ഒരു ഡോട്ട് ഗിറ്റും വരും. ഓക്കെ, അതൊരു ഓപ്ഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്ക് ഗിറ്റിനിറ്റ് തന്നെ കൊടുക്കാം, ലാസ്റ്റ് ആ ഇഷ്യൂ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ഇഷ്യൂ വരികയാണെങ്കിൽ അത് സോൾവ് ചെയ്യാം. ഒരു കാര്യം എന്റെ അടുത്ത് അന്ന് പറഞ്ഞില്ലായിരുന്നു, എന്റെ ഫോൾഡറിന്റെ അകത്ത് ഈ ഗിറ്റിന്റെ എന്തോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്ക് വന്നപ്പോ. അത് ഈ റീഡ്മി ഫയലാണോ ഉദ്ദേശിച്ചത്? ഇനിറ്റ് ഫയൽ, ഈ ഗിറ്റിനിറ്റ് കൊടുക്കുമ്പോൾ ഒരു ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വരുന്നു. അന്ന് ആരാ ഷെയർ ചെയ്തോണ്ടിരുന്ന, അഖിലിന്റെയിലോ ആരുടെയിലോ നമ്മൾ കണ്ടില്ലേ?
ഇപ്പൊ ഞാൻ ജാവാസ്ക്രിപ്റ്റ് നമ്മളിപ്പോ ചെയ്തല്ലോ, റെപ്പോസിറ്ററിയിലോട്ട് ആഡ് ചെയ്തല്ലോ. ഞാനിപ്പോ ആ ജാവാസ്ക്രിപ്റ്റിന്റെ ഫോൾഡർ എന്റെ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ, എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ഈ ഡ്രൈവിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ആ ഇതൊന്നും വന്നിട്ടില്ല, ഗിറ്റിന്റെ ഒന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഒരു റീഡ്മി ഫയൽ കയറി കിടപ്പുണ്ട്. ഏത് എവിടെ നമ്മുടെ അഞ്ചു ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡ്രൈവിലാണ്. ഡ്രൈവില്, നമ്മുടെ ലോക്കൽ അത് ഡ്രൈവില്ലേ, അത് കുഴപ്പമില്ല. അവിടെ ആ ഐക്കൺസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഒരു മുന്നേ ഉണ്ടായിരുന്ന പോലെ അല്ല. പക്ഷെ ഇപ്പോ ആ മാമി പറഞ്ഞ ഇഷ്യൂ പറഞ്ഞപ്പോഴേ അതില്ലാണ്ട് അത് കുഴപ്പമില്ലടാ. അത് ഗിറ്റ് ഡോട്ട് ഗിറ്റ് വന്നില്ല എന്നല്ലേ, പക്ഷെ നമ്മുടെ ആഡ് ആയില്ലേ. ഇതിലും ഇല്ലല്ലോ. ഇല്ല, റെഡ്മി മാത്രം. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഗിറ്റിനിറ്റ് തന്നെ കൊടുത്തു നോക്കാം. ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഗിറ്റിനിറ്റ് അല്ലാതെ ക്ലോൺ അല്ലാതെയും വേറെ വഴി ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഗിറ്റിനിറ്റ് തന്നെ കൊടുക്കുക. അതായത് കണക്ഷൻ വരാത്ത ഇഷ്യൂ ആ. ഇനിറ്റ് ചെയ്യാം നമുക്ക് ആദ്യം. ഇത്രയും സ്റ്റെപ്പ് വേണ്ട, ആദ്യം തൊട്ട് ചെയ്യുമ്പോൾ വേണ്ട, ഇത്ര സ്റ്റെപ്സ് വേണ്ട. ഗിറ്റിനിറ്റ് കൊടുക്കുക, ആ 2 സ്റ്റെപ്പ് കൊടുക്കുക. നമ്മുടെ യൂസർ നെയിമും ഗിറ്റിനിറ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, കണ്ടോ ഇപ്പോഴാണ് ഡോട്ട് ഗിറ്റ് വന്നേക്കുന്നത്, കണ്ടോ ഒരു ഇത്. ഇനി നമ്മൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ഒന്ന് കണക്റ്റും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. ആ 2 സ്റ്റെപ്പും കൂടെ ചെയ്യാം. എന്നിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. നേരത്തെ തന്ന സെയിം തന്നെയല്ലേ? ആ, സെയിം സ്റ്റെപ്പ് തന്നെ. അപ്പൊ നമ്മൾ ഗിറ്റിനിറ്റ്, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഗിറ്റിനിറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, റെപ്പോസിറ്ററി ആയിട്ട് പാസ്വേഡും യൂസർ നെയിമും അല്ല, ഇമെയിൽ ഐ ഡി യൂസർ നെയിമും തമ്മിൽ വെച്ച് കണക്ട് ചെയ്യാം. കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. മെയിൽ ഐ ഡിയും കൊടുക്കണ്ടേ? ആ, 2 കൊടുത്തേക്ക് കേട്ടോ. എന്താ എറർ അടിക്കുന്നു? അത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോഴല്ലേ അൺട്രാക്ക്ഡ് ഫയൽസ്. അതെ, ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മുടെ അൺട്രാക്ക്ഡ് ഫയൽസ് അല്ലേ, നമ്മൾ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞു കൊടുത്തേ. ഗിറ്റ് ആഡ് സ്പേസ് ആഡ്, ഗിറ്റ് ആഡ് സ്പേസ് ഇട്ടിട്ട് ഡോട്ട് ഇടുക. രാഹുലെ, നമ്മളിപ്പോൾ പ്ലാറൈറ്റിന്റെ ഫോൾഡറാണ് അതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അത് ഒന്നുമില്ല, ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇനിറ്റ് ചെയ്തു. ഒരു ഡോട്ട് ഗിറ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് വേണം. ജസ്റ്റ് ഡോട്ട് ഗിറ്റ്, അതായത് ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം യൂസർ നെയിമും പാസ്വേഡും വെച്ച് കണക്ട് ചെയ്തു. അതിന് മുന്നേ ഒക്കെ നമ്മൾ ഈ ഗിറ്റും VS കോഡ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോയുടെ അകത്ത് ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ ഒന്ന് കണക്ട് ചെയ്യണം. എന്നിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു. സ്റ്റാറ്റസ് ചെക്ക് ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഫയൽസ് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനുള്ള ഫയൽസ് ഇതുപോലെ റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ആ ഫയൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് ചെയ്യാനുള്ള കമൻ്റാണ് ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട്. ഇനി എനിക്ക് അതിനകത്തുനിന്ന് ഒരാളെ മാത്രം ആഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഗിറ്റ് ആഡ് ഫയൽ നെയിം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്. ആഡ് ആയതിനു ശേഷം നമ്മൾ ഒന്നും കൂടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ റെഡൊക്കെ മാറി ഗ്രീൻ കളറിൽ ആ സെയിം ഫയൽസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്തേ, കമ്മിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ കമ്മിറ്റ് ചെയ്യാം. ഇനി വരില്ല, എന്താടാ കേട്ടില്ല? ഇനി സ്റ്റാറ്റസ് കൊടുക്കണം. കൊടുത്തല്ലോ, അപ്പൊ ഗ്രീൻ കളറിൽ വന്നു. ഇനി കമ്മിറ്റ് മെസ്സേജ്, ഗിറ്റ് കമ്മിറ്റ് എന്തായിരുന്നു, ഗിറ്റ് കമ്മിറ്റ് സ്പേസ് ഇട്ടിട്ട് -m ഡബിൾ കോഡ്സിനകത്ത് ഫസ്റ്റ് ഇനിറ്റ് എന്നോ അല്ലെങ്കിൽ പ്ലേറൈറ്റ് പ്രൊജക്റ്റ് ആഡെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക. ഓക്കെ,
ഓക്കെ, ഞാന് ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മള് കമാൻഡ് കൊടുത്താൽ മതി. അതിനു മുന്നേ നമ്മുടെ VS കോഡും ഗിറ്റും തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ സെറ്റിങ്സിന്റെ മുകളിൽ ഒരു പ്രൊഫൈൽ പോലെ ഒരു ഐക്കണില്ലേ, അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഇൻ ടു ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഗിറ്റ് ഹബിന്റെ പാസ്വേഡ് യൂസർ നെയിം അടിച്ച് എൻ്റർ അടിച്ച് പോവുക. അത് കണ്ടോ രാഹുല്? നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിലാണോ അതോ? വിഷ്വൽ സ്റ്റുഡിയോയില് ഏറ്റവും താഴെ കണ്ടോ, അതിരുടെ സ്ക്രീനിൽ കണ്ടോ, അവിടെ സൈൻ ഇൻ ടു ഗിറ്റ് ഹബ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ആതിരയുടെ കണക്ട് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. രാഹുലിന്റെ കണക്ട് അല്ലെങ്കിൽ അത് എന്ത് ഉണ്ടാവും, കണക്ട് ആണോ എന്ന് നോക്കുക ആദ്യം. ഇതുപോലെ മെയിൽ ID കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. യൂസർ നെയിം ഉണ്ടെങ്കിൽ കണക്റ്റഡ് ആണ്. ഈ പാസ്വേഡ് ജസ്റ്റ് ഈ കമാൻഡ്സ് അടിച്ചു പോയാൽ മതി. ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാം യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട്. അത് ഞാൻ കണ്ടില്ല. ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലല്ലേ കണ്ടോ? പ്രൊഫൈൽ അയക്കണം. ഓക്കെ ഓക്കെ, അക്കൗണ്ട്സ്. ജസ്റ്റ് ഒന്ന് ഇത് കൊടുക്കുക. അപ്പൊ നമ്മുടെ VS കോഡിനകത്ത് ഗിറ്റ് കണക്ട് ആവും. അതിൽ മാനേജ് ട്രസ്റ്റഡ് എക്സ്റ്റൻഷൻസ് കൊടുത്താൽ മതിയോ? ഇങ്ങനെ പറഞ്ഞ അതായത് ഇപ്പം ആതിര MJ91 ഹോവർ ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു 3 ഓപ്ഷൻസ് വരുന്നുണ്ടോ? ഇങ്ങനെ വരുന്നുണ്ടോ രാഹുലിന്റെ ഓൾറെഡി? ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കണക്റ്റഡാ. ഓക്കെ, നമ്മുടെ ഗിറ്റിന്റെ യൂസർ നെയിം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണക്റ്റഡാ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ വിത്ത് ഗിറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കണ്ടിന്യൂ വിത്ത് ഗിറ്റ്, ഗൂഗിള്, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഗിറ്റ് തന്നെ ആയിരിക്കും രാഹുല് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അത് കണക്റ്റ് ആണ്. ഇപ്പൊ രാഹുലിന്റെ യൂസർ നെയിം അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഗിറ്റുമായിട്ട് കണക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കണക്റ്റ്. അപ്പൊ പിന്നെ ജസ്റ്റ് ഈ പാസ്വേഡ്സ് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. പാസ്വേഡ്സ് അല്ല, സോറി, ഈ കമാൻഡ്സ് ഇപ്പൊ നമ്മൾ അടിച്ചില്ലേ, ഗിറ്റ് ഇനിറ്റ് ആദ്യം അടിക്കുക. ഗിറ്റ് ഇനിറ്റ് അടിക്കുമ്പോൾ ഗിറ്റ് ഇനിറ്റ്, ഗിറ്റ് സ്റ്റാറ്റസ്, വീണ്ടും ഗിറ്റ് ആഡ്, ഗിറ്റ് സ്റ്റാറ്റസ്, അത്രയും സ്റ്റെപ്സ്. ഓക്കെ, ഞാനത് ഞാൻ നമ്മുടെ ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യാ, കോപ്പി ചെയ്ത് എടുത്തിടാം നിങ്ങൾക്ക്. മൊത്തം കോപ്പി ചെയ്യാം. ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മതി. ഗിറ്റ് ഇനിറ്റ് ആണ് ഞാൻ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ ഹിറ്റ് ഇനിറ്റ് എന്നാണ് ചാറ്റിനകത്ത് വന്നേക്കുന്നത്. അത് ഗിറ്റ് എന്നാക്കണേ, ശ്രദ്ധിച്ചില്ല. ഗിറ്റ് ഇനിറ്റ്. ഓക്കെ, ഇനി ഓക്കെ, ഇപ്പൊ നമ്മുടെ എല്ലാം എന്ത് ചെയ്തു, ആഡ് ചെയ്തു, കമ്മിറ്റ് മെസ്സേജ് കൊടുത്തു. ഓക്കെ, അടുത്തത് എന്താ, ഞാൻ ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു, മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്, പിന്നെ നമ്മുടെ URLന്റെ റെപ്പോസിറ്ററി പറഞ്ഞു കൊടുക്കണം. ഗിറ്റ് ടൈപ്പ്. ഓക്കെ, അത് തന്നെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെ. ഗിറ്റ് റിമോട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ഭാഗത്ത് കോപ്പി ചെയ്ത URL കൊടുക്കുന്നതല്ലേ, ആ സ്റ്റെപ്പ് അല്ലേ? URL കൊടുക്കില്ലേ? ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കുന്ന ഇത്. അടുത്തത് കൊടുത്തോട്ടെ, വെരിഫൈ ദ റിമോട്ട്. ആദ്യം എന്ത് ചെയ്യാ, റിമോട്ടിന്റെ ബ്രാഞ്ച് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മൾ സെയിം ചെയ്ത് റിമോട്ട് മൈനസ് അത് കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, റെപ്പോസിറ്ററി നമുക്ക് നമ്മുടെ ഒരു ഇത് കാണാൻ പറ്റും നമ്മുടെ. ഓക്കെ, V കൊടുക്കണം. -V എന്നിട്ട് ബ്രാഞ്ച് ചെക്ക് ചെയ്യാം. ഓപ്ഷണൽ ആണ്. അതായത് ഇതിപ്പോ കണ്ടോ, നമ്മുടെ ഗിറ്റ് ഏത് ഗിറ്റും നമ്മുടെ URL ആണ് കാണിക്കുന്നത്. ഗിറ്റിന്റെ നമ്മൾ കൊടുത്ത സെയിം URL നമ്മുടെ റെപ്പോസിറ്ററിയുടെ. ജസ്റ്റ് നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് ഒന്നും വന്നില്ലല്ലോ.
അതായത് URL ആയിട്ട് കണക്ട് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കൊടുത്തു കറക്റ്റ് ആയോ, നമ്മൾ ആദ്യം പറഞ്ഞു ഗിറ്റ് റിമോട്ട് ഒറിജിൻ പറഞ്ഞിട്ട് ഒരു URL കൊടുത്തു, കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ആഡ് ആയിട്ടുണ്ടോ കണക്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാ. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടി. ഫെച്ച് പുഷ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ എറർ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിപ്പോ തന്നെ അങ്ങ് സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, ഗിറ്റ് ബ്രാഞ്ച് കൊടുക്കുമ്പോൾ മാസ്റ്ററിന് വന്നു. ഗിറ്റ് ബ്രാഞ്ച് ഓക്കെ മാസ്റ്ററിലാണ്. അപ്പൊ നമ്മുടെ കറന്റ് ബ്രാഞ്ച് മാസ്റ്റർ ആണ്. ഓക്കെ, അതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ബ്രാഞ്ച് മാനുവലി ചെക്ക് ചെയ്യാൻ ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ബ്രാഞ്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് കാണിക്കും. ഇപ്പൊ നമുക്ക് ഒരു ബ്രാഞ്ചേ ഉള്ളൂ. കുറെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ഏത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റാർ ആയി നിൽക്കും ഇപ്പൊ ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് മാസ്റ്ററിനകത്തേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോ ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിന് പകരം മാസ്റ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, അത് ഈ മെയിൻ എന്നുള്ളത് ബ്രാഞ്ച് നെയിം ആണ്, അവിടെ നമ്മൾ മെയിൻ ആണ് കൊടുത്തേക്കുന്നത്, മാസ്റ്റർ എന്ന് കൊടുക്കാം. മാസ്റ്റർ മെയിന് പകരം മാസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വന്നത് അത് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഫെച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ബാക്കി സ്റ്റെപ്പ് ഓപ്ഷണലാണ്, ഇഷ്യൂ വരുന്ന കേസിലുള്ളതാണ് താഴെയുള്ളത്. ജസ്റ്റ് വന്ന് നോക്കിയേ URL അല്ല ശരി നമ്മുടെ ഗിറ്റിനകത്ത് ആഡ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇതിലിപ്പം നമ്മള് പുഷ് ചെയ്യുമ്പോൾ ഒറിജിൻ മെയിൻ എന്ന് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ബ്രാഞ്ച് ആയതുകൊണ്ടല്ലേ. ഇപ്പം എന്തെങ്കിലും വർക്കിംഗ് ബ്രാഞ്ച് ആണെങ്കിൽ വർക്കിംഗ് ബ്രാഞ്ചിന്റെ പേര്. മാം ഇതിപ്പം മാസ്റ്റർ ഹാഡ് റീസൺ 24 അല്ലേ, മാസ്റ്ററിലേക്ക് സ്വിച്ച് ചെയ്യാം നമുക്ക്. ഇതിനകത്ത് മാസ്റ്റർ ഉണ്ട്, 2 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, മാസ്റ്ററിലായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഓക്കെ, നമുക്ക് അപ്പോൾ മാസ്റ്ററിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതുപോലെയാണ് എല്ലാവർക്കും വന്നേക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല എന്താ മാം പറഞ്ഞേന്ന്. പറഞ്ഞുതരാം. ഇതുപോലെയാണോ വന്നേക്കുന്നത്, ഇങ്ങനെ 2 ഓക്കെ, അതായത് കറന്റ് ബ്രാഞ്ച് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വന്നു, മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് വന്നു. പക്ഷെ നമ്മളുടെ കയ്യിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്, കണ്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ മാസ്റ്ററിലേക്കാണ് പുഷ് ചെയ്ത് കൊടുത്തേക്കുന്നത്, മാസ്റ്ററിലേക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിനകത്ത് കുറേ സബ് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഒരു മെയിൻ ഫോൾഡർ ഉണ്ട്, അതാണ് എൻ്റെ ഒറിജിനൽ കോഡ് ഉള്ളത്. ആ കോഡിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യില്ല, എല്ലാ കോഡും എല്ലാവരും ആഡ് ചെയ്യുന്ന കോഡ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യില്ല. എനിക്ക് ശരി, അതായത് വർക്കിംഗ് ആണെന്ന് തോന്നുന്ന കോഡ്സ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് മാസ്റ്റർ എന്ന് പറയുന്ന മാസ്റ്റർ ബ്രാഞ്ചിലേക്കാണ്, മെയിനിലേക്കല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ എന്തായിപ്പോയി, ബ്രാഞ്ച് മാസ്റ്ററിലായിപ്പോയി. ഓക്കെ, പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണിച്ചത് മെയിൻ കാണിച്ചില്ലല്ലോ, ഒരെണ്ണല്ലേ കാണിച്ചുള്ളൂ ഗിറ്റ് ബ്രാഞ്ച് ഉള്ളപ്പോൾ. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. മെയിൻ മാസ്റ്റർ ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. മെയിൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയാ. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ടുള്ളതുണ്ട്. അല്ല മാം, ജാവാസ്ക്രിപ്റ്റിന്റെ ചെയ്തപ്പോഴേ അങ്ങനെ വന്നില്ല. നമ്മൾ ബ്രാഞ്ച് ചെക്ക് ചെയ്തില്ല, ഡയറക്റ്റ് മെയിനിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തേ. നമ്മൾ എങ്ങനെയാ ചെയ്തേ ഓർമ്മയുണ്ടോ, ഗിറ്റ് ബ്രാഞ്ച് -മെയിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രെയിനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രാഞ്ചും കൂടെ ചെക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത കോഡ് എടുത്ത് മാസ്റ്റർ തന്നെയല്ലേ വന്നേ. ഒരു മിനിറ്റ്, ആര് ജോയിൻ ഓക്കെ, ന്യൂ ബ്രാഞ്ച് മാസ്റ്റർ. ഓക്കെ, മെയിനിനകത്തേക്ക് പുഷ് ആയി പോയിന്. ഇനി കോഡ് ഗിറ്റ് ഹബ് എടുത്ത് അതിനകത്തുനിന്ന് 2 എണ്ണം ആ ബ്രാഞ്ചിനൊന്ന് ഇത് എക്സ്പാൻഡ് ചെയ്തേടാ. 2 എണ്ണം ഉണ്ടല്ലോ അതിന്, അതല്ല അപ്പുറത്ത് മെയിനില്ലേ, മെയിനിലൊരു ആരോ ഇല്ലേ, ആ ആരോനെ ക്ലിക്ക് ചെയ്ത് ഓക്കെ. എടാ ഈ ഒരു കുഞ്ഞ് വിൻഡോ ക്ലോസ് ചെയ്യോ, അവിടെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ?
ഇതാണോ? കമ്പയർ ആൻഡ് പുള്ള് കൊടുത്തേ. ഓക്കെ, ഇതാ? കമ്പയർ ആൻഡ് പുള്ള്, അതായത് നമ്മൾ മാസ്റ്റർ വേറൊരു ഫോൾഡറിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇനി അത് ചെക്ക് ചെയ്ത് എന്ത് ചെയ്യണം? പുള്ള് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എല്ലാവർക്കും വന്നിട്ടുണ്ടോ കമ്പയർ ആൻഡ് പുള്ള് എന്ന് പറയുന്നത്? ഓക്കെ, കമ്പയർ ആൻഡ് പുള്ള് എന്ന് പറഞ്ഞാൽ അപ്പം ആദ്യം ചെയ്തേക്കുന്നത് പുഷ് ചെയ്തേക്കുന്നത് മാസ്റ്ററിലോട്ടാണ് ചെയ്തേക്കുന്നത്. മാസ്റ്ററിലേക്ക് പുഷ് ചെയ്തു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കത് മെയിലിലേക്ക് പുള്ള് ചെയ്തെടുക്കണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലീഡും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ കുറേ പേരായിരിക്കും എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത കോഡ് നമ്മുടെ ഒറിജിനൽ ഫോൾഡറിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കില്ല. എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. എന്ത് ചെയ്യും? വെരിഫൈ ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ മെയിലിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ആഡ് ചെയ്തെടുക്കുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരും. മാസ്റ്റർ ഹാഡ് ഇതുപോലെ 3 മിനിറ്റ് മുന്നേ ഒരു പുൾ റിക്വസ്റ്റ് എന്ന് പറയും, ഇതിന് ഒരു PR എന്ന് പറയും, അല്ലെങ്കിൽ ഒരു PR റേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? അതിനെ കമ്പയർ ആൻഡ് പുൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ എല്ലാവർക്കും വന്നിട്ടില്ലേ? ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മൾ മെയിനിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാതെ വേറൊരു ഫോൾഡറിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയും ചേഞ്ചസ് ഈ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും, എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെടുക്കും, അത് പുള്ള് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാം? സ്ക്രോൾ ചെയ്തേ, അവിടെ കണ്ടോ മുകളിൽ ഓരോ നോക്കട്ടെടാ, ഓപ്ഷൻ കാണാനില്ലല്ലോ. മെയിലിനകത്തുനിന്ന് മെയിലിനകത്തുനിന്ന് കമ്പയർ. ഓക്കെ, അതല്ല, മെയിലിനകത്ത് മാസ്റ്ററിന്ന് മെയിലിലേക്ക്. ഓക്കെ, ഇതുപോലൊരു വിൻഡോ ആണ് എല്ലാവർക്കും വന്നേക്കുന്നത്. ഓക്കെ, കമ്പയർ ആൻഡ് പുള്ള് കൊടുത്തപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ചേഞ്ച്. അതായത് ഗ്രീൻ കളറിൽ വന്നേക്കുന്നത് നമ്മൾ മാസ്റ്ററിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അതായത് പ്ലേ റൈറ്റിന്റെ എല്ലാ ഫോൾഡറും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് ഈ ഒരു മെയിൻ ബ്രാഞ്ചിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മുടെ മെയിനകത്തേക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്തെടുക്കണം. പക്ഷെ ദർ ഈസ് നോട്ട് എനിത്തിങ് ടു കമ്പയർ. മെയിൻ മാസ്റ്റർ ആർ എൻ്റയർലി ഡിഫറെൻറ്റ് കമ്മിറ്റ് ഹിസ്റ്ററി. മാം, ഇതിൽ നമ്മൾ എവിടെയും അതിന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. നമ്മളിപ്പോ ജസ്റ്റ് കമ്പയർ ആൻഡ് പുൾ ജസ്റ്റ് ഓരോ ഓപ്ഷനും കൂടെ കാണൂടാ, ഞാൻ അതാ നോക്കണേ. ഒരു സ്വിച്ചും കൂടെ വരും. നമ്മൾ ആ പുള്ള് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഏതിലോട്ടാന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഓൾറെഡി ഉണ്ടടാ മുകളിൽ കണ്ടോ, ബേസ് മെയിന് കമ്പയർ ചെയ്യുന്നത് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് അവിടെ ചേഞ്ച് ചെയ്ത് വരും. ലിസ്റ്റ് ചെയ്ത് വരും നമുക്ക് താഴേക്ക്. ഒന്നും കൂടെ നമ്മുടെ ടെർമിനലിൽ വന്നിട്ട് ഗിറ്റ് ബ്രാഞ്ച് ചെക്ക് ചെയ്ത് ഗിറ്റ് ബ്രാഞ്ച് എന്നാണോ? ഗിറ്റ് ബ്രാഞ്ച് ഇപ്പൊ ഏത് ബ്രാഞ്ചിലുള്ള നോക്കാനാ? ഓക്കെ, മാസ്റ്റർ ആണുള്ളത്. ഗിറ്റ് സ്റ്റാറ്റസ് നമ്മൾ എപ്പോഴും അടിക്കണം. ഏതൊക്കെയാണ് ഇതുവരെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു കുഞ്ഞു ഡോട്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് ഒക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അൺട്രാക്ക്ഡ് ഫയലിനകത്തേക്ക് വരും. ഓക്കെ, ഗിറ്റ് എന്തെങ്കിലും ഒരു കുഞ്ഞു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മതി, അത് എന്ത് ചെയ്യും? അൺട്രാക്ക്ഡ് ഫയലിനകത്തേക്ക് വരും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ കോൺഫിഗർ ഗിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഗിറ്റ് ഇനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് കോൺഫിഗർ ഗിറ്റ്. അതാണ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, അത് അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ URL പാസ് ചെയ്ത് കൊടുക്കും. ഗിറ്റ് ആഡ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു URL. ആ സമയത്ത് ഒരു എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫാറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അടിച്ചു കൊടുത്തേക്ക, സ്കിപ്പ് ചെയ്യണ്ട. ഈ നെയിം എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗിറ്റ്ഹബിന്റെ പ്രൊഫൈലിലെ പേരാണോ? യൂസർ നെയിം. ഇപ്പൊ ഇവിടെ ആതിര അത് ഹോവർ ചെയ്തപ്പോ ആതിര MJ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? അതാണ് യൂസർ നെയിം, ആതിര MJ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഗിറ്റിലേക്ക് തന്നെ വന്നേടാ നമ്മുടെ ബ്രാഞ്ചിന്.
ഓക്കെ, നമുക്കത് മെയിനിലേക്ക് തന്നെ ഇതെടുത്ത് ബാക്ക് അടിച്ച് ഒന്ന് ബാക്ക് ആ ഒരു ബാക്ക് ആരോ ബാക്ക് വേർഡ് അടിച്ചിടാം. എന്നിട്ടൊന്ന് നോക്കി ഇവിടെ നോർമലി ഈ കമ്പയർ ആൻഡ് പുള്ള് കൊടുക്കുമ്പോൾ നമുക്കൊരു ബട്ടണും കൂടെ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ പുൾ PR റേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരേണ്ടതാണ്. അത് വരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മെയിനിലകത്തേക്ക് തന്നെ പുഷ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് മെയിനിലേക്ക് തന്നെ പുഷ് ചെയ്യാം. അപ്പോൾ തൊട്ട് മുന്നേയുള്ള ചേഞ്ച് പുള്ള് ചെയ്തെടുക്കാൻ, അതായത് മുന്നേ ചെയ്ത ചേഞ്ചിന്റെ മുകളിൽ പുതിയ ചേഞ്ച് വരുത്താൻ നമ്മളൊരു മെത്തേഡ് പഠിച്ചു നേരത്തെ. എന്തായിരുന്നു പഠിച്ചത്? ഗിറ്റ് പുള്ള്. അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേ. ഗിറ്റ് പുള്ള് ഒറിജിൻ ഇപ്പൊ ഗിറ്റ് പുള്ള ഒറിജിൻ മാസ്റ്റർ. ഓക്കെ, മാസ്റ്റർ ഞാൻ വെറുതെ ഗിറ്റ് പുള്ള് മാത്രം എൻ്റർ അടിച്ചു. കുഴപ്പമുണ്ടോ? എന്ത് വന്നു അപ്പൊ എന്താണ്ടൊക്കെ താഴേക്ക് വന്നു. ഗിറ്റ് പുള്ള ഓൾറെഡി അപ് ടു ഡേറ്റ് എന്നാ വന്നേ. ഒറിജിൻ മാസ്റ്റർ എടുത്തേ. ഓക്കെ, ഇത് എൻ്റർ അടിച്ചാടാ. ഓക്കെ, കുഴപ്പമില്ലടാ. മാസ്റ്റർ കറന്റ് ബ്രാഞ്ചിന്റെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇതിന്റെ ഒന്നും കൂടെ കൊടുക്കണം. വേണ്ട, കറന്റ് ബ്രാഞ്ചിന്റെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. കറന്റ് മാസ്റ്റർ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു പ്രാവശ്യം കൂടെ പുള്ള് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു കമാൻഡ് അടിച്ച് ഗിറ്റ് ചാറ്റിനകത്തിരുന്നു. പുൾ ഒരു പ്രാവശ്യം ഗിറ്റ് പുള്ള് ഹൈഫൺ റീബേസ് ഒറിജിൻ മാസ്റ്റർ. ഈ മാസ്റ്റർ എന്നുള്ളത് ബ്രാഞ്ച് നെയിം ആണ്. ആ, ബ്രാഞ്ചിന്റെ നെയിമാണ്. നമ്മളത് ആഡ് ചെയ്തപ്പോഴേ മാസ്റ്ററിലേക്ക് ആഡ് ചെയ്തത് ഇഷ്യൂ ആയോ? കുഴപ്പമില്ല, ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്ത്. ഓക്കെ, ഓൾറെഡി അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കിട്ടി. ചാറ്റില് ഗിറ്റ് പുള്ള് റീബേസ് ഒന്ന് ഇടാവോ? ഒരു മിനിറ്റ്. ഇനി നമുക്ക് ബ്രാഞ്ച് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാസ്റ്ററിനെ ആയിരിക്കും നമുക്ക് മെയിലിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ചിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ് അല്ലെങ്കിൽ കമാൻഡ് ആണ് ഗിറ്റ് സ്വിച്ച് ബ്രാഞ്ചിന്റെ നെയിം. ഗിറ്റ് സ്വിച്ച് ബ്രാഞ്ചിന്റെ നെയിം എന്താ? മെയിൽ. നമുക്ക് മെയിലിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. സെൻറ്റർ ക്ലിക്ക് ചെയ്യാം. അതാണ് നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് എടുത്തപ്പോൾ അതിനകത്ത് മെയിൽ കണ്ടില്ല. ഒന്നും കൂടെ ജസ്റ്റ് ഗിറ്റ് ബ്രാഞ്ച്, അതായത് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ബ്രാഞ്ച് ലിസ്റ്റ് ചെയ്യാനാണ് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മാസ്റ്റർ മാത്രമേ ഉള്ളൂ. സ്വിച്ച് മെയിൻ കൊടുക്കണം. കേട്ടില്ല. സ്വിച്ച് മെയിൻ ചോദിച്ചതാ കൊടുക്കണം. സ്വിച്ച് ബ്രാഞ്ചിന്റെ നെയിം നമ്മൾ മെയിനാ പാസ് ചെയ്ത് കൊടുത്തേ. പക്ഷെ ഇതിനകത്ത് വന്നേക്കുന്നത് ഇൻവാലിഡ് റെഫറൻസ്, അതായത് ബ്രാഞ്ച് നെയിം ഇല്ല, കാണാനില്ല. എനിക്ക് അതിന് റിസൾട്ട് വന്നു. ബ്രാഞ്ച് മെയിൻ സെറ്റപ്പ് ടു ട്രാക്ക് ഒറിജിൻ മെയിൻ സ്വിച്ച് ടു എ ന്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് വന്നു. അതായത് അഞ്ജുവിന് ബ്രാഞ്ചിന് സെലക്ട് ചെയ്യുമ്പോൾ മാസ്റ്റർ അല്ലാതെ താഴെ വേറെ ഏതെങ്കിലും കാണിക്കുന്നുണ്ടോ? ഒരാളെ കാണിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, മെയിനും മാസ്റ്ററും. പക്ഷെ നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ മാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലെ നേരത്തെ പുൾ റിക്വസ്റ്റ് കൊടുത്തപ്പോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് പുള്ള് കൺഫേം ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ? അത് വെറും ചുമ്മാ ഗിറ്റ് പുൾ മാത്രം ഞാൻ അറിയാണ്ട് കൊടുത്തല്ലോ. അപ്പൊ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. നമ്മളൊരു കമ്പയർ ആൻഡ് പുൾ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത കേസാണ് ഞാൻ ചോദിക്കണേ. ഓക്കെ, ഇപ്പൊ നമ്മള് മാസ്റ്ററിനകത്തുനിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാസ്റ്ററിന്റെ കേസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്തേക്കുന്നത്? ജെറിനും അഖിലിനും അനീഷിനും എന്താ വന്നേക്കുന്നത്? എനിക്ക് സ്ക്രീനിലുള്ളത് പോലെ തന്നെ വരുന്നത്. ഓക്കെ, മാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഓൾറെഡി അപ് ടു ഡേറ്റ് ആണ്. ഞാൻ വേറൊരു കാര്യം ചെയ്തു. ഞാൻ ഗിറ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാലോ, ഇതുപോലെ യൂസിങ് UI കമാൻഡ്സ് എല്ലാം. എന്നിട്ട് VS Code വന്നിട്ട് റീബേസ് ചെയ്തു. പക്ഷെ നമുക്ക് UI ഇല്ല. UIയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്സേ വേണ്ടുള്ളൂ. അതുപോലെ ഇഷ്യൂ വരാറില്ല.
മാസ്റ്റർ മെയിനും അപ്പൊ മാം എന്റെ അടുത്ത് ഇപ്പൊ വന്നത് കറക്റ്റ് ആണോ? അപ്പൊ അത് മെയിനും കറക്റ്റാ. പക്ഷെ ആതിരയ്ക്ക് ഒരാളെ കാണിക്കണുള്ളൂ. പക്ഷെ എന്റെ ഇത്ര ഇതുവരെ എനിക്കും അങ്ങനെ ആയിരുന്നു. ഇപ്പൊ എന്താണെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഞാൻ നോക്കിയതിലൊക്കെ ആ പുള്ള് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊരു ഗിറ്റ് ബ്രാഞ്ച് എടുത്തില്ലേ, അതിനകത്ത് മാസ്റ്റർ മാത്രമേ എനിക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ചെയ്തപ്പോഴാണ് രണ്ടും വന്നത്. അത് ഈ ഗിറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ എപ്പോഴും ഓരോ സ്റ്റെപ്സ്, ഇതിനൊരു സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്സ് ആണ് ഇതിന്റെ കറക്റ്റ് ഫ്ലോ. ഈ ഫ്ലോയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ബ്രൗസ് ചെയ്ത് തന്നെയാണ് അടുത്ത കമാൻഡ്സ് കുറേ കമാൻഡ്സ് ഉണ്ട്. എല്ലാ കമാൻഡ്സും നമ്മൾ അത്ര പെട്ടെന്ന് ഓർത്തിരിക്കില്ല. ഈ പറഞ്ഞ പോലെ UAE ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. കമാൻഡ്സ് ഓർത്തിരിക്കണ്ട, എന്ത് ചെയ്യാതെ മതി. പുള്ള് ചെയ്യുക, പുഷ് ചെയ്യുക, മെർജ് ചെയ്യുക, അങ്ങനെ മനസ്സിലായില്ല മാം. UI ആണെങ്കിൽ എന്ന് പറഞ്ഞ UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റിന് യൂസർ ഇന്റർഫേസ് ഉണ്ട് സ്വന്തമായിട്ട്. അപ്പൊ അതുണ്ട്. സോഴ്സ് ഡെമോ അല്ല എന്തായിരുന്നു, സോഴ്സ് ട്രീ, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഗിറ്റ് ബാഷ് അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഗിറ്റ് ബാഷ് അല്ല കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാവും, പുഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, പുൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, മെർജ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, ബ്രാഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ. അപ്പൊ അത് കുറച്ച് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ബട്ടൺസ് എല്ലാം. അപ്പൊ ഇതിനൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് ഇടാം. നമുക്ക് എനിക്ക് ഈ ഫയൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളുടെ അകത്തേക്ക് ഇടാം. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായി, കമാൻഡ്സ് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വരുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അതിനാണ് അനീഷ് അങ്ങനെയാണോ ചെയ്തത്? അനീഷ് അങ്ങനെ ചെയ്തെന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെയാണ് സിലബസിനകത്തുള്ളത്, VS കോഡ് വഴി ആഡ് ചെയ്യാനുള്ളത്. കുഴപ്പമില്ല, ഇതിനകത്ത് ഒരു ഇഷ്യൂ നോക്കട്ടെ, നമുക്ക് ബ്രൗസ് ചെയ്ത് ഓരോന്ന് സോൾവ് ചെയ്യാം. എങ്കിൽ നിങ്ങളാണെങ്കിൽ ഗിറ്റിനകത്ത് ഇഷ്യൂസ് വരുമ്പോൾ പറയടാ അനീഷ് പറ. ഞാൻ ഗിറ്റിന്റെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തത്? യെസ്. ഓക്കെ ഞാൻ വിചാരിച്ചു UIയുടെ അകത്തുനിന്ന്. മറ്റേ റെപ്പോസിറ്ററിയിലല്ലേ? യെസ്. റെപ്പോസിറ്ററി എടുക്കുമോ? നമ്മുടെ റെപ്പോസിറ്ററി എടുക്കുമോ? അതായത് നമ്മളിപ്പോ പുള്ള് ചെയ്തു, നമ്മുടെ ചേഞ്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, 15 മിനിറ്റ് മുന്നേ ഒരു പ്രാവശ്യം കൂടെ കമ്പൈനർ പുള്ള് കൊടുക്കുമോ? അതിനകത്ത് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓക്കെ, അത് വരുന്നില്ല. കമ്പയർ ആൻഡ് പുള്ള് ക്ലിക്ക് ചെയ്ത അതിര എനിക്കിപ്പോ മൊത്തത്തിലൊന്ന് റിഫ്രഷ് ഒക്കെ ചെയ്തപ്പം 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, മാസ്റ്ററും. ആണോ? ജെറിനകത്താ? ഇതിപ്പോ ഓൾറെഡി റിഫ്രഷ് ആണ്. പക്ഷെ എനിക്ക് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ മാം. എനിക്ക് ആ കമാൻഡ് അടിച്ചു കൊടുത്ത് കണ്ടുന്നല്ലാണ്ട് ഇവിടെ കാണിക്കുന്നൊന്നുമില്ല. ഇവിടെ എവിടെ കാണിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്? മുകളിലാണോ? കമ്പയർ ആൻഡ് പുൾ മെർജിന് വേണ്ടിട്ട് അത് ഇതിനകത്ത് ഇല്ല. കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു ഓപ്ഷൻ വരും, നമുക്ക് മെർജ് ചെയ്തെടുക്കാം. അതായത് മെർജ് ചെയ്യാന്ന് വെച്ചാൽ മാസ്റ്ററും മെയിനും കൂടെ ഒന്നാക്കാം. മാസ്റ്ററിലേക്ക് നമ്മൾ പുഷ് ചെയ്തിട്ടില്ലേ കോഡ്, അത് മെയിനിലേക്ക് മെർജ് ചെയ്യാം. അതിനൊരു ഓപ്ഷൻ ഇങ്ങനെ കാണിക്കുമ്പോൾ വരും. നമുക്ക് അത് കാണുന്നില്ല ഈ UIയിലകത്ത്. ഓക്കെ, നമുക്ക് അനീഷ് ചെയ്ത പോലെ കൊടുക്കാം. അനീഷ് ഒന്ന് പറയുമോ അതിനകത്ത്? ഓക്കെ, ഒരു മിനിറ്റ്. കമ്പയർ റെക്കോർഡ്സ് ഇല്ല. അനീഷ് ചെയ്തത് പറയോ? പേജ് ഞാൻ നോക്കി കൊടുക്കുമായിരുന്നു. അതിനകത്തിപ്പോ അതിന്റെ കോഡ് ടാബില് എനിക്ക് അവിടെ അപ്ലോഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ വന്നായിരുന്നു. ആഡ് ഫയൽസ് നോക്കി, ആഡ് ഫയൽസ്, ക്രിയേറ്റ് അപ്ലോഡ് ഫയൽസ്. അതിനകത്തുനിന്ന് ഡ്രാഗ് ചെയ്ത് ഇടുകയാണോ ചെയ്തത്? അപ്പൊ ചൂസ് ഫയൽ എടുത്ത് നമ്മുടെ പ്ലേ റൈറ്റിന്റെ ഫോൾഡർ സെലക്ട് ചെയ്യുക. യെസ്, എന്നിട്ട് എല്ലാം കൊടുക്കണം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടെസ്റ്റ്. അല്ല, ഇത് ഓപ്പണാ? യെസ്, ഏതെങ്കിലും സെലക്ട് ചെയ്യണ്ടേ? ജസ്റ്റ് ആ ഫോൾഡർ മതിയടാ, അത് മതി. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ടെസ്റ്റ് ഫോൾഡർ വേണം. ഓക്കെ, എന്നിട്ട് ഓപ്പൺ അടിച്ചു. ഒരു മിനിറ്റ്, എനിക്ക് ഞാൻ കണ്ടില്ല. ഒന്നും കൂടെ എടുക്കോ ബാക്കിലോട്ട്? ഏതെടുത്ത്? ടെസ്റ്റ് മാത്രം സെലക്ട് ചെയ്താൽ മതിയോ? നോക്കട്ടെ. ഇതിനെല്ലാം സെലക്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ടെസ്റ്റ് മാത്രം പോരല്ലോ, ബാക്കി ഫയൽസും വേണ്ടേ? ബാക്കിയും വേണം. നമുക്ക് ഇതിനകത്ത് എല്ലാം ആവശ്യമുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ആക്സസ് കാണിക്കുന്നുണ്ട്. ഒരാള് പറയണ കേട്ടില്ല. ഞാൻ ചെയ്തത് ടെസ്റ്റ് ഫോൾഡർ മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്തേക്കണ കോഡ്സ് എല്ലാം കൂടെ ഇതിനകത്തിട്ട് ഗിറ്റിന്റെ വെബ് പേജിലേക്ക് വന്നു.
അത് കഴിഞ്ഞിട്ട് മറ്റേ വിഷ്വൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫെച്ച് ചെയ്തിട്ട് റീബേസ് ചെയ്തു. സോ ഓൾ ദി ഫയൽസ് വിൽ ബി നമുക്ക് സിങ്ക്ഡ്. അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ ടെസ്റ്റ് ഫയലാണ്. പക്ഷെ ഇതിനകത്ത് ഈ നോട്ട് മൊഡ്യൂൾസും ഇതൊക്കെ ആവശ്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലോൺ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അല്ല പുള്ളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടാമത് അതിനെ ഫെച്ച് ചെയ്തെടുത്തു എന്നാ പറഞ്ഞേ. റീബേസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫുള്ള് അതിന്റെ കിട്ടിയ ഫുള്ള് കിട്ടും. ആ കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ ചെയ്യാം നമുക്ക്. എനിക്ക് വന്നില്ല. അല്ല ഇപ്പൊ റൈറ്റ് മെത്തേഡ് ഇപ്പൊ നമ്മൾ പ്ലേ റൈറ്റ് ഫോൾഡർ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിനേക്കാളും ബെസ്റ്റ് മെത്തേഡ് പ്ലേ റൈറ്റ് ഫോൾഡർ, പാരന്റ് ഫോൾഡർ സെലക്ട് ചെയ്യുക. ആ ഫോൾഡർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. പ്ലെയർ ആയിട്ട് ഓപ്പൺ ചെയ്തത്. അപ്പൊ അതിനകത്ത് വേറെയും ചോദിക്കുന്നുണ്ടല്ലോ. ആ ഇനി ഓപ്പൺ കൊടുക്കുമ്പോ ഇത് മൊത്തം സെലക്ട് ചെയ്യാം നമുക്ക്. അനീഷ് ഇതിനകത്തുനിന്ന് ടെസ്റ്റ് മാത്രം എടുത്തിട്ട് പിന്നെ ഫോൾഡർ മാത്രമേ സെലക്ട് ചെയ്തു. റീബേസ് ചെയ്തു എന്നാ പറയുന്നത്. ഒന്ന് ഓപ്പൺ അടിച്ച് ഇനി ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ഞാൻ എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു. എനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ടെസ്റ്റ് മാത്രം സെലക്ട് ചെയ്തപ്പോൾ മാം ആക്സസ് ഡിനൈഡ് എന്നും പറഞ്ഞിട്ട് വന്നു. അതെന്താ അങ്ങനെ? അറിയില്ല, ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിപ്പോ മൊത്തം സെലക്ട് ചെയ്ത് കൊടുത്തപ്പോ ആയി. നേരത്തെ പക്ഷെ അങ്ങനെ കമ്മിറ്റ് ചേഞ്ചസ് കണ്ടോ? കമ്മിറ്റ് ചേഞ്ചസ് ഇത് കൊടുക്കാണോ ചെയ്തേ? ഒരു മിനിറ്റ് അനീഷ്. ഓക്കെ, കമ്മിറ്റ് അതിനകത്തൊരു ഒരു നമ്മള് മെസ്സേജ് ഒരു മെസ്സേജ് ഇടുക. എന്നിട്ട് നമ്മൾ നോർമലി കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുന്ന പോലെ അപ്ലോഡ് കൊടുത്തേക്ക്. ജസ്റ്റ് അപ്ലോഡ് കൊടുത്തേക്കണം. അത് അപ്ലോഡ് ചെയ്തതാന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് കമ്മിറ്റ് ചെയ്യട്ടെ. ആ കമ്മിറ്റ് കൊടുത്ത് ഇപ്പൊ മെയിനകത്തേക്കാണ് പോയേക്കുന്നത് ഡയറക്റ്റ്ലി. ഓക്കെ, ഇപ്പൊ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് റീബൈസ് ചെയ്യാണ് ചെയ്തത്. മാം പാക്കേജ് വന്നതാ. പാക്കേജ് ലോക്ക്. കേട്ടില്ല, ഉറക്കെ പറയോ. ആ പാക്കേജ് ലോക്ക് എന്നൊക്കെ പറഞ്ഞ ആതിരയുടെ സ്ക്രീനിൽ കാണുന്നില്ലേ? അതൊന്നും എനിക്ക് അതെല്ലാം സെലക്ട് ചെയ്തു. ഞാനെല്ലാം സെലക്ട് ചെയ്തിട്ടാ കൊടുത്തേ. പക്ഷെ എനിക്ക് ഈ പാക്കേജ് ലോക്ക് ഡോട്ട് ജേസൺ എന്നും പറയുന്ന സാധനം ഒന്നും എന്റെ ഫോൾഡറിനകത്ത് ഇല്ലല്ലോ. റീബേസ് ചെയ്ത ചിലപ്പോ വരില്ലേ? പാക്കേജ് ഡോട്ട് ജേസൺ എന്ന് പറയുന്നതില്ലേ നമുക്കില്ലേ? പാക്കേജും ആ ഫോൾഡർ എല്ലാം സെലക്ട് ചെയ്താ കൊടുത്തേ. ഇല്ല, ഞാൻ കൊടുത്ത മാം എന്റെ അടുത്ത് അങ്ങനെ ഒരു ഫോൾഡർ ഇല്ല. എന്റെ പ്ലേ റൈറ്റിന്റെ ഫോൾഡറിന്റെ അകത്ത് ആകെ ഉള്ളത് ടെസ്റ്റ് റിസൾട്ട്, ടെസ്റ്റ് റീഡ്മി, പ്ലേ റൈറ്റ് റിപ്പോർട്ട്, നോട്ട് മൊഡ്യൂൾസ്, ഇത്രയും ഫോൾഡറേ ഉള്ളൂ. ഈ പറഞ്ഞ എന്റെ ഇല്ല. കുഴപ്പമില്ല, നമുക്ക് നോക്കാം അത്. ഈ പാക്കേജ് ഡോട്ട് ജെയ്സണിനകത്തൊക്കെ അതിന്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെയാണ്. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ട് മൊഡ്യൂൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോൺ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ടെസ്റ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ ഉള്ള ഒരു ഇതാണ്, വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഞാൻ ഫുള്ള് സെലക്ട് ചെയ്തു. പക്ഷെ എനിക്ക് സെലക്ട് ചെയ്യാനുള്ള എന്റെ പാരന്റ് ഫോൾഡർ എന്റെ ഡ്രൈവിൽ തന്നെ അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളില്ല. അത്ര മതി, നമുക്ക് നോക്കാം. റീബേസ് ചെയ്ത് നോക്കാം. റീബേസ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒരു കമാൻഡ് ഉണ്ടായിരുന്നില്ലേ, ഗിറ്റ് റീബേസ്. എന്തായിരുന്നു? ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നതാ. ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ അതല്ലല്ലോ? ഒറിജിൻ മെയിൻ അത് തന്നെ. ചെയ്തില്ലേ? ഗിറ്റ് ഫുള്ള് ഒറിജിൻ മെയിൻ റീബേസ് എടുക്കുക, എന്നിട്ട് വീണ്ടും പുഷ് ചെയ്യുക. സക്സസ്ഫുള്ളി റീബേസ്ഡ്. ഇനി ഒന്നും കൂടെ മെയിലിലേക്ക് പുഷ് ചെയ്യാം. ഒരു മിനിറ്റ് മാം, ഒന്ന് വെയിറ്റ് ചെയ്യാൻ. എന്റെ എത്തിയിട്ടില്ല. ഇതിന്റെ മീതെ എന്തായിരുന്നു അതിൽ കൊടുത്ത്? ഗിറ്റ് ഫുൾ റീബേസ് ഒറിജിൻ, പിന്നെ എന്താ കൊടുത്ത്? മെയിൻ ഹൈഫൺ റീബേസ്. ഒന്ന് മുകളിലോട്ട് പോവോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ചാറ്റിലിടാം. ചാറ്റിനകത്ത് ഉണ്ടടാ. നമ്മൾ ആദ്യം കൊടുത്തില്ലേ 3 ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഗിറ്റ് ഫുൾ ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല? അത് റീബേസ് അതാണോ? അത് തന്നെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? പുഷ് ഒറിജിൻ മെയിൻ കൊടുക്കാം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മളില്ലേ ഗിറ്റ് ബ്രാഞ്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്തത് മാസ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ മാസ്റ്ററിലേക്ക് പുഷ് ചെയ്തത്. അപ്പൊ നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തപ്പോൾ അവിടെ മാനുവലി നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ കോഡ് അടിച്ച് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ
മാനുവലി ചെക്ക് ചെയ്തായിരുന്നു നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, മെയിനിലാണ് കറന്റ്. നമ്മൾ അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെയാ ചെയ്തേ. അതുപോലെ ചെയ്താൽ മതിയായിരിക്കും. ഇതിനകത്ത് കൊടുത്തപ്പോഴാണ് ഇത് വന്നത്. ഓക്കെ, അപ്പം ബ്രാഞ്ച് ചെക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ മാനുവലിയും കൂടെ ഒന്ന് കൺഫേം ചെയ്യുക, അത് മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണോ നമ്മൾ നിൽക്കുന്നതെന്നുള്ളത്. ആ ബ്രാഞ്ച് മാറിയതാണ് നമുക്ക് ഇഷ്യൂ വന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ വന്നേക്കുന്നത്? എനിക്കിത് പക്ഷെ എവരിത്തിങ് അപ് ടു ഡേറ്റ് നാട്ടോ എറർ കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ബാക്കിയുള്ളവർക്കോ ജെറിനും അഖിലിനും അനീഷിന് വർക്കായെന്നല്ലേ പറഞ്ഞേ? യെസ്. ഓക്കെ, അഖില് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഫോണിലെടുത്ത ഞാൻ ഇന്നലെ അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. മറ്റേ ഇഷ്യൂ കംപ്ലീറ്റ് ചെയ്തത്. ജെറിന് കിട്ടിയായിരുന്നു? ഇല്ല, ഞാൻ ആ 2 മെയിനും മാസ്റ്ററും വന്നില്ല. ഞാൻ പിന്നെ ബാക്കി ചെയ്തില്ല, സ്റ്റക്കായിട്ട് നിൽക്കാം. ഓക്കെ ഓക്കെ, നോക്കട്ടെ. നമ്മുടെ പുഷർ അടിച്ചു കൊടുക്കാം. ഇതൊന്ന് കോപ്പി ചെയ്തേ, നമുക്ക് ഇനി ബ്രൗസ് ചെയ്ത് പഠിക്കാം. കോപ്പി ചെയ്യാം, ജസ്റ്റ് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്യാനോ? ജസ്റ്റ് ബ്രൗസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഇത് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ChatGPT അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രൗസ് ചെയ്താലും മതി. ഇതിനകത്ത് എന്താ വന്നേക്കുന്നത്? It cannot find a local branch name. Mail push to the remote repository. You have to make the quick fix. Add കൊടുത്ത് കമ്മിറ്റ് കൊടുത്ത് മെയിൻ കൊടുത്ത് ഒറിജിനൽ ഇത് തന്നെ അതിനകത്ത് ഒന്നില്ലെങ്കിൽ ആ സ്റ്റാക്ക് ഓവർഫ്ലോയുടെ അകത്തേക്ക് കയറിയണം. മെല്ലെ മെല്ലെ കമ്മിറ്റ് ടെസ്റ്റ് ഒറിജിൻ മാസ്റ്റർ. ഓക്കെ, ഒറിജിൻ മാസ്റ്ററിൻ്റെ അടുത്ത് നോക്കട്ടെ. മെല്ലെ സ്ക്രോൾ ചെയ്യണ്ട, നോക്കിയാൽ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ. എറർ സ്ക്രോൾ ചെയ്തേ. അത് അവർ ചെയ്ത കേസസ് പറയണേ. നമ്മുടെ ബാക്ക് അടിച്ചേടാ. ഓക്കെ, നമ്മുടെ എറർ ലോഗ് തന്നെ എടുത്തേ. ഇതിനകത്ത് വന്നേക്കുന്നു. അതായത് നേരത്തെ ആതിരയ്ക്ക് മെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ, ബാക്കിയുള്ളവർക്ക് മെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ മെയിൻ കാണുന്നുണ്ടായിരുന്നില്ല. ഗിറ്റ് പുഷ് ഒറിജിൻ, ജസ്റ്റ് ഗിറ്റ് പുഷ് ഒറിജിൻ മാത്രം കൊടുത്തേ. റീബേസ് ചെയ്യാ, എന്നിട്ട് ഒന്നും കൂടെ റീബേസ് ചെയ്യാ. നമ്മൾ ചെയ്യണം മാം, ആതിര മാത്രമാണോ? ആഡ് ആയതല്ലേ, ബാക്കിയുള്ള ആഡ് ആയവർ ചെയ്യണ്ട. അതിലൊന്നും കൂടെ റീബേസ് ചെയ്യാം. ഓക്കെ, മെയിൻ ബ്രാഞ്ച് ആണുള്ളത്. കറന്റ് ബ്രാഞ്ച് മാസ്റ്റർ ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്ത് കൊടുക്കുക? ജസ്റ്റ് ഒന്നും കൂടെ പുഷ് ചെയ്ത് നേരത്തെ സെയിം ഗിറ്റ് പുഷ് ഒറിജിന് മാത്രം കൊടുക്കുക. ഒറിജിന് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടിലേക്ക് പോകും. നമ്മൾ ബ്രാഞ്ച് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ കറണ്ടിനകത്തേക്ക് പോകും. മെയിൻ ഒന്നും കൊടുക്കണ്ട. ഗിറ്റ് പുഷ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ മാസ്റ്ററിലേക്കല്ലേ പോകുന്നത്? നോക്കട്ടെ, നമുക്ക് നോക്കാം. കാരണം അഞ്ജുവിന്റെ അതിനിടയില് മെയിൻ ഇല്ല, അതാണ് എറർ അടിച്ചോണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഹിൻസ് അപ്ഡേറ്റ് റിജക്റ്റഡ്. ഇതൊന്ന് ക്ലോസ് ചെയ്തേടാ. ഓക്കെ, ഗിറ്റ് പുഷ് ഹെൽപ്പ് branches features if you want to indicate the change it remove before pushing saving the note rejected ആണ് മാസ്റ്ററിലേക്ക്. നോ ഫാസ്റ്റ് ഫോർവേഡ്. നമ്മൾക്കും ഇതുപോലെ ആദ്യം മാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഏത് സ്റ്റേജിൽ മെയിൻ കൂടെ വന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എനിക്കും അവരുടെ പോലെ തന്നെ ആയിരുന്നു, എനിക്കും അതുവരെ വന്നോണ്ടിരുന്നത്. പിന്നെയാണ് മെയിൻ എന്ന് പറഞ്ഞു വന്നത്. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തില്ലേ ഗിറ്റ് വെബ്സൈറ്റിൽ, അന്നേരം ബൈ ഡിഫോൾട്ട് മെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് മെയിൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാരുണ്ട്. ഏകദേശം രണ്ടും സെയിം ആണ്. നമ്മൾ ഈ മാസ്റ്ററിനകത്തേക്കാണെങ്കിലും മെയിനിനകത്തേക്കാണെങ്കിലും ഡയറക്റ്റ് പുഷ് ചെയ്യില്ല. നമ്മൾ കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാഞ്ചിനകത്തേക്കാണ്. നമുക്കിനി ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ബ്രാഞ്ചിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെർജ് ചെയ്യും. മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതായത് കമ്പയർ ആൻഡ് പുൾ എന്ന് കൊടുക്കുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ മെർജ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്
ഒരു ഓപ്ഷൻ കാണും, അത് കാണുന്നില്ല, അതാണ് ഞാൻ ഈ സ്റ്റിക്കായി നിൽക്കുന്നത്. അതൊന്നും കൂടെ എടുത്തേടാ, കമ്പയർ ആൻഡ് പുള്ള്. അതെന്താ വരാത്തതെന്ന് എനിക്കറിയില്ല. സ്ക്രോൾ ചെയ്ത് താഴെ ഡൗട്ട് ചോദിച്ചോട്ടെ. രാവിലെ ചോദിക്കൂ. ഞാൻ മറ്റേ ഗിറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞ് ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു. അപ്പോൾ ഇനി നോ കമ്മിറ്റ് സെറ്റ് എന്നും പറഞ്ഞിട്ട് ചേഞ്ചസ് ടു ബി കമ്മിറ്റ് എല്ലാം പച്ച കളറിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി കമ്മിറ്റ് ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ്. ഓക്കെ, യുവർ കമ്മിറ്റ് മെസ്സേജ് അത് റാൻഡം മെസ്സേജ് കൊടുത്താൽ മതിയോ? ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ്, ഫസ്റ്റ് കമ്മിറ്റ്, ഇനീഷ്യൽ കമ്മിറ്റ്, അങ്ങനെ ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് ഒന്നില്ലെങ്കിൽ പ്ലസ് ഐക്കണെങ്കിൽ ഇപ്പം ഇതിനകത്തൊരു റെഡ് കളറിൽ മൈനസ് കാണണില്ലേ, അതുപോലെ ഒരു പ്ലസ് ഐക്കൺ അല്ലെങ്കിൽ ഒരു മെർജ് കൊടുക്കല്ലേടാ. അത് ജസ്റ്റ് നമ്മൾ റീബൈസ് ചെയ്യാം, മൈനസ് പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അത് വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിനകത്തൊരു ഓപ്ഷൻ വരേണ്ടതാണ്, പക്ഷെ അത് കാണാനില്ല. ഓക്കെ, ഈ പറയുന്ന സ്റ്റെപ്സ് വേറെ ആരും ചെയ്യണ്ട, ജസ്റ്റ് ആതിര മാത്രം ചെയ്താൽ മതി. ഞാൻ ആതിരയുടെ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യട്ടെ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്ത് കൊടുക്കാം? ഒന്നും കൂടെ ഞാൻ പറയണ കമാൻഡ് അടിച്ചേടാ, ഞാൻ പറയണ പോലെ അടിച്ചേ. ഗിറ്റ് പുൾ ഹൈഫൺ റീബൈസ്. നമ്മൾ ഒറിജിൻ മെയിൻ അല്ലേ കൊടുത്തോണ്ടിരുന്ന ആതിരയും, ബാക്കിയുള്ളവരുടെ ഓക്കേസ് ഓക്കെ, പക്ഷെ നമുക്ക് മെയിൻ ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കാം? ഒറിജിൻ മാസ്റ്റർ എന്ന് കൊടുക്കാം. മാസ്റ്റർ സ്പെല്ലിങ് എന്നിട്ടൊന്ന് എൻ്റർ അടിച്ചേ. ഓക്കെ, ഇനി ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, മാസ്റ്റർ തന്നെ കൊടുത്തേക്ക്. ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ തന്നെ കൊടുത്തേക്ക്. ഓക്കെ, കണക്റ്റ് ആയി. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ മാസ്റ്ററിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് എടുത്തേടാ. ഇതിപ്പം ഓൾറെഡി കുറെ ഉള്ള കാരണം. ഓക്കെ, കമ്പയർ ചേഞ്ച്. ഓക്കെ, ഒന്നും കൂടെ ബാക്ക് അടിച്ചേ. ഓക്കെ, ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസിനകത്ത് ഇവിടെ കാണുന്നുണ്ട് ആൾക്ക്, പക്ഷെ അവിടെ വരാത്ത. മാസ്റ്റർ അപ്ഡേറ്റ് 25 സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, 25 സെക്കൻഡ് മുന്നേ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് പുതിയ ഇപ്പൊ കൊടുത്ത കമ്മിറ്റ് മെസ്സേജ് എന്തായിരുന്നടാ? ഇപ്പൊ ഞാൻ മെസ്സേജ് കൊടുത്തില്ല. അല്ലടാ, തൊട്ട് മുന്നേ കൊടുത്തില്ലേ? ത്രൂ അപ്ലോഡ് ആണ് കൊടുത്തത്, ആഡ് ഫയൽ വഴി. ഓക്കെ, കുഴപ്പമില്ല, നോക്കട്ടെ. ഇനി ഒന്ന് ഈ ഒരു ഇത് അടിച്ച് നമുക്ക് ഒന്നും കൂടെ കോഡിനകത്തേക്ക് വന്നേടാ. ഗിറ്റ് ഫെച്ച് ഒറിജിൻ കൊടുത്ത് ജസ്റ്റ് ഒറിജിൻ മാത്രം കൊടുക്കാം. ഓക്കെ, ഇനി ഗിറ്റ് ബ്രാഞ്ച് സ്പേസ് ഇട്ടിട്ട് ഹൈഫൺ എ എന്ന് കൊടുത്ത്. ഓക്കെ, എൻ്റർ ക്ലിക്ക് ചെയ്തേ. മാസ്റ്റർ മാത്രമാണ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യില് ഇത്ര ആൾക്കാരുണ്ട് കണ്ടോ. മാസ്റ്റർ എന്ന് പറയുന്നത് ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. പോരാതെ മെയിൻ ഉണ്ട്, മാസ്റ്റർ ഉണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യുന്ന കേസസ് എല്ലാം എന്തിനകത്തേക്ക് ആഡ് ആയി പോകുന്നത്? മാസ്റ്ററിനകത്തേക്ക് ആഡ് ആയി പോകുന്നത്. അതാണ് ഗ്രീൻ കളറിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അത് എന്ത് ചെയ്യണം? സ്വിച്ച് ചെയ്യണം. ഓക്കെ, ഒറിജിൻ മാസ്റ്റർ തന്നെ കൊടുക്കാം നമുക്ക്. അപ്പൊ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ഇങ്ങനെ കൊടുത്തേടാ. ഗിറ്റ് സ്വിച്ച് സ്പേസ് ഇട്ടിട്ട് ഹൈഫൺ സി സ്പേസ് ഇട്ടിട്ട് മെയിൻ, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം? അതായത് നമ്മൾ മെയിനിന്ന് എങ്ങോട്ട് മെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്വിച്ച് ചെയ്യണം. എന്നിട്ട് ഒരു ഹൈഫൺ ട്രാക്ക് TR. ഓക്കെ, ട്രാക്ക്, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ആ ഒറിജിൻ മെയിൻ കൊടുത്തിട്ടില്ല അതേപോലെ കൊടുക്കുക. ഒറിജിൻ മെയിൻ. ഓക്കെ, അതുപോലെ കൊടുക്കുക. ഇത് വേറെ ആരും ചെയ്യണ്ട, ആളുടെ ഇഷ്യൂ ഉള്ള ആൾക്കാരനാണ്.
ബ്രാഞ്ച് മെയിൻ ഈസ് സെറ്റപ്പ് ട്രാക്ക് സ്വിച്ച് ടു ദ മെയിൻ ബ്രാഞ്ച്. ഓക്കെ, ഇനി എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് മെർജ് ചെയ്യാൻ കൊടുക്കാം. നമ്മുടെ മാസ്റ്ററിലേക്ക് എന്ത് ചെയ്യാം, മെർജ് ചെയ്യാനുള്ള കമാൻഡ് ഗിറ്റ് മെയിനിലേക്കല്ലേ? എന്താണ് കേട്ടില്ല. മെയിനിലേക്കല്ലേ? അല്ല, മാസ്റ്റർ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെയിനിലേക്ക് മെർജ് ചെയ്യണം. മാസ്റ്ററും മെയിനും ഒരേപോലെ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് മെർജ് മാസ്റ്റർ എന്ന് കൊടുക്കാം. റിസോഴ്സിങ് ഓക്കെ, അൺറിലേറ്റഡ്. ഓക്കെ, അതിന് ഞാൻ പറയണ കമാൻഡ് കൊടുത്ത ഗിറ്റ് അൺറിലേറ്റഡ് ഹിസ്റ്ററിയാണ്. ഗിറ്റ് മെർജ് മാസ്റ്റർ എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഹൈഫൺ ഹൈഫൺ അലോ അലോ ഒരു ഹൈഫൺ, സ്പേസ് വേണ്ട ഹൈഫൺ ഇട്ടിട്ട് അൺറിലേറ്റഡ്. ആ ഒരു എറർ കണ്ടില്ല, അൺറിലേറ്റഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് റിലേറ്റഡ്. അത് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട്, അല്ല സ്പേസ് അല്ല ഹൈഫൺ ഇട്ടിട്ട് ഹിസ്റ്ററി. സ്പേസ് വേണ്ട ഹൈഫൺ ഹിസ്റ്ററീസ്. എൻ്റർ ക്ലിക്ക് ചെയ്ത് ഓക്കെ മെർജാവുന്നുണ്ട്. എന്താണ് ലാസ്റ്റ് വന്നേക്കുന്ന മെസ്സേജ് നോക്കണം. മെസ്സേജ് അബൌട്ട്. ഓക്കെ, ഞാൻ ഇന്നലെ ഇതൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഈ സ്ക്രീനൊക്കെ ചെയ്തായിരുന്നു. ഹിസ്റ്ററി. ഓക്കെ ആ ഓക്കെ ആ ചെയ്താ. ഓക്കെ, ഇഷ്യൂസ് വരുന്ന സമയത്ത്. ഓക്കെ, ഇനി എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് എടുത്ത് നോക്കിയേ. ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്തേ. നമ്മുടെ ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്തേ. താഴെ ഇതിനകത്ത് വന്നേക്കുന്നത് മെർജ് ആൻഡ് അപ്സ്ട്രീം ടോപ്പിക് ബ്രാഞ്ച് ലൈൻ സ്റ്റാർട്ട് ഹാഷ് വിൽ ബി ഇഗ്നോർഡ് എംപ്റ്റി മെസ്സേജ് അബൌട്ട് ലൈൻ കമ്മിറ്റ് ഗിറ്റ് മെർജ്. ഓക്കെ, ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്തേടാ. എൻ്റർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എൻ്റർ ആവത്തില്ല. എസ്കേപ്പും അയ്യോ അങ്ങനെ എന്താണ് ഞാൻ ചെയ്തത്, ഞാൻ മറന്നുപോയി. എസ്കേപ്പും അങ്ങനെ. ഓക്കെ, എന്നാ അത് എസ്കേപ്പ് ക്ലിക്ക് ചെയ്തേടാ. എസ്കേപ്പ് അല്ല, നമ്മുടെ ഇതിനകത്ത് വന്ന് നോക്കിയേ, അപ്ലോഡ് ആയിട്ടുണ്ടോ നോക്കിയേ, മെർജ് ആയിട്ടുണ്ടോ നോക്കിയേ. അഖിലിന് ഇങ്ങനെ കമ്പയർ റിക്വസ്റ്റ് വന്നായിരുന്നോ? അല്ല, എനിക്കിങ്ങനെ കമ്പയർ എന്റെ മെയിൻ ബ്രാഞ്ചിലോട്ട് തന്നെയാണ് ആയത്, മാസ്റ്ററിലല്ലായത്. ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഈ സ്റ്റെപ്സ് എല്ലാം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇത് എൻ്റർന്ന് വർക്ക് ആവത്തില്ല. എസ്കേപ്പ് വേറെ. ഞാൻ ഇതേ സെയിം സാധനം എടുത്ത് GPT ഇട്ട് കൊടുത്തപ്പോ അവര് കമാൻഡ് തന്നായിരുന്നു. പക്ഷെ അതിരുടെ അകത്ത് എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവണില്ല ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ടോ. ഇത് മാസ്റ്ററിലോട്ടാ സംഭവം ഇപ്പൊ പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാ മാസ്റ്ററിലേക്കാ പോകുന്നത്. അപ്പൊ മാസ്റ്ററിലേക്ക് പോകുമ്പോ നമുക്ക് ജസ്റ്റ് പുഷ് മെർജ് ചെയ്തെടുക്കാനും ഇതുപോലെ ഒരു ഗ്രീൻ കളറിൽ ബട്ടൺ വരും. നോർമലി വരാറുണ്ട്, പക്ഷെ ഇത് വരുന്നില്ല. അതാണ് ഞാൻ ആകെ കൺഫ്യൂഷൻ ആണ്. മാം, എനിക്കും സ്ക്രീനിൽ ഒന്നും വന്നിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ സക്സസ് കാണിച്ചു എവരിത്തിങ് അപ് ടു ഡേറ്റ്. പക്ഷെ ഈ ഗിറ്റിന്റെ ഇതിൽ കയറി വരുമ്പോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ആയിട്ടൊന്നുമില്ല. അത് നോക്കാട്ടോ, ഒരു മിനിറ്റ്. ഇത് നമ്മള് കാര്യം ചെയ്യാം, ഞാൻ ഇത് നാളെ നോക്കി പറഞ്ഞുതരാം. മാസ്റ്ററിലേക്കാണ് വരുന്നത്. നമ്മൾ മെർജ് ചെയ്യാനും കൊടുത്തിട്ട് ഇതൊന്ന് റീഫ്രഷ് ചെയ്തേ ഒന്നും കൂടെ ഈ ഒരു പേജ്. എന്നിട്ട് നോക്കാട്ടോ. ഇത് കമ്പയർ ആൻഡ് പുള്ളി ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തേടാ, ആ ഗ്രീൻ ബട്ടൺ. ഓക്കെ, ഇപ്പൊ ചെയ്ത ചേഞ്ചസ് ആണ് ഇപ്പൊ വന്നേക്കുന്നതാണ്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് അതിന് മെർജ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സ്ക്രോൾ ചെയ്തതായിട്ട് ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി ഫയൽസ് മെർജ് ആയിട്ടുണ്ടടാ. ബാക്കി കുറെ ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്, അതെല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ആഡ് ആയി പോയിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാല് നമുക്കിപ്പോ മനസ്സിലാവാത്ത കുഴപ്പാ. മാസ്റ്ററിനകത്ത് ഈ ഒരു റിക്വസ്റ്റ് വന്നിട്ടില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം ആതിര. ഇപ്പൊ ചെയ്ത സ്റ്റെപ്സ്, അതായത് ഇപ്പൊ ചെയ്ത റെപ്പോസിറ്ററി ഡിലീറ്റ് ചെയ്യാം. ഒന്നും കൂടെ ചെയ്ത് പഠിക്കാം നമുക്ക്. അതാ നല്ലത്. എനിക്കും കൺഫ്യൂഷൻ ആണ്. അത് ഡിലീറ്റ് ചെയ്യാം ആ റെപ്പോസിറ്ററി. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഈ സെയിം സ്റ്റെപ്സ് തന്നെ ചെയ്തു നോക്കാം. ഒന്നും കൂടെ ചെയ്തു നോക്കാം.
അപ്പൊ ഇതുപോലെ മെയിനിലേക്ക് തന്നെയാണോ ആഡ് ആവുന്നതെന്ന് നോക്കുക. ഓക്കെ, ഗിറ്റ് ബ്രാഞ്ച് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് മാനുവലിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ബ്രാഞ്ച് മെയിൻ തന്നെയാണോ കിടക്കുന്നതെന്നുള്ളത്. ഓക്കെ, അതിപ്പോ നേരത്തെയാണ് അത് നമ്മൾ അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് ചെയ്യാം. കാരണം ഇതിനകത്ത് നമ്മൾ ചെയ്ത എല്ലാ ചേഞ്ചസും ഉണ്ട്. കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, നമുക്ക് ആ കമ്മിറ്റ് മെസ്സേജ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. കമ്മിറ്റ് 1, കമ്മിറ്റ് 2 അങ്ങനെ കൊടുത്തേക്ക്. എന്താണെങ്കിലും മെസ്സേജിന്റെ കൂടെ ഒരു ഓർഡർ നമ്പറും കൂടെ കൊടുത്തേക്ക്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രാക്ക് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്ക് നാളെ നോക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സ് എടുത്തേ. സെറ്റിങ്സിനകത്തുനിന്ന് ഡിലീറ്റ് ഏറ്റവും താഴെ ഉണ്ടാവും. ഏറ്റവും താഴെ റെഡ് അടിച്ച് കിടക്കുന്നുണ്ടാവും ഒരു നമ്മുടെ ഡിലീറ്റ് റെപ്പോസിറ്ററി. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് അതെ തന്നെ നമ്മുടെ ആ സെയിം റെപ്പോസിറ്ററിയുടെ നെയിം ഒക്കെ ഒരു പ്രാവശ്യം കൂടെ ടൈപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് വേണം അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിലീറ്റ് കൊടുത്ത് കണ്ടോ, ആ ഒരു റെപ്പോസിറ്ററി എന്ത് ചെയ്തു, ഐ വാണ്ട് ടു ഡിലീറ്റ് ദിസ് റെപ്പോസിറ്ററി എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഓക്കെ ക്ലിക്ക് ചെയ്തേക്കടാ, നമുക്ക് വാണിംഗ് കാണിക്കും. നമ്മൾ കൊടുത്തേക്കുന്ന ജസ്റ്റ് കോപ്പി ചെയ്തിട്ടാലും മതി. ആ റെപ്പോസിറ്ററിയുടെ ആതിര MJ അത് ഓക്കെ, അതെന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ആ 1 വേണേ 1 എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് ഡിലീറ്റ് ആയി. ഇനി ഒന്നും കൂടെ പുതിയ ഫയല് ക്രിയേറ്റ് ചെയ്ത് മാമിന്റെ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതിയില്ലേ? ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോൾ എവിടെയാ ശ്രദ്ധിക്കണേന്ന് വെച്ചാൽ ഗിറ്റ് ബ്രാഞ്ച് ടൈപ്പ് ചെയ്യില്ലേ, അവിടെ നമ്മൾ മാനുവലിയും കൂടെ ചെക്ക് ചെയ്യാം. കറന്റ് ബ്രാഞ്ചിലാണോ? കറന്റ് ബ്രാഞ്ച് മാനുവലിയും കൂടെ ചെക്ക് ചെയ്യാം. എന്നിട്ട് മാനുവലി മാസ്റ്റർ എന്ന് പറയുന്ന ആള് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് എനിക്ക് വന്നേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു കൺഫ്യൂഷൻ, ഒരു കറക്ഷൻ. ഈ ചെക്ക് ദ കറന്റ് ബ്രാഞ്ചിലെ ഗിറ്റ് ബ്രാഞ്ച് കൊടുക്കുമ്പോൾ 2 എണ്ണം ലിസ്റ്റ് ആവണം, അതല്ലേ? നമ്മളുടെ 2 എണ്ണം അല്ല, നമ്മുടെ കയ്യിലുള്ള ബ്രാഞ്ച് എല്ലാം ലിസ്റ്റ് ആവണം. ഓക്കെ, അപ്പം മാസ്റ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ റെപ്പോസിറ്ററിയിൽ 2 എണ്ണം കാണിക്കുന്നുണ്ടെങ്കിലേ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ChatGPT ഇട്ട് കൊടുത്താൽ മതി. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട, ആള് പറഞ്ഞു തന്നോളൂ എന്താ അങ്ങനെയെന്നുള്ളത്. ഓക്കെ, അവിടെയാണ് നമുക്ക് ഇഷ്യൂ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്റ്റെപ്സ് ചെയ്തേക്കുന്നത് കറക്റ്റാ. 5 മിനിറ്റ് ആണെങ്കിൽ ഞാൻ നാളെ വേണ്ട ഇനിയിപ്പോ പഠിക്കണം എന്നാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പഠിച്ചോ, കുഴപ്പമില്ല. പക്ഷെ എന്റെ ഇതിലൊന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് സക്സസ് കാണിച്ചു എന്നല്ലാണ്ട് എന്റെ ആപ്ലിക്കേഷന്റെ അവിടെ ഒന്നും വന്നിട്ടില്ല. ഒന്ന് ഷെയർ ചെയ്യോ, നോക്കട്ടെ. ഞാനേ ഗിറ്റ് ബ്രാഞ്ച് അടിച്ചായിരുന്നു. അപ്പൊ ഗിറ്റ് ബ്രാഞ്ച് അടിച്ചപ്പം മാസ്റ്റർ എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, മാസ്റ്റർ ആണ് കറന്റ് ബ്രാഞ്ച്. അത് കഴിഞ്ഞിട്ട് പുഷ് യുഒർജി മെയിൻ അടിച്ചപ്പോ എറർ ആവുന്നു, ഫെയിൽ ടു പുഷ് സം റെഫറൻസ്. മാസ്റ്റർ ആണല്ലോ കറന്റ് ആയിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് മെയിൻലി. അപ്പൊ ഇത് മാനുവലി സെയിം ആദ്രയുടെ ഇഷ്യൂ. അപ്പൊ ഒന്ന് മാനുവലി ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ റെപ്പോസിറ്ററിയുടെ അകത്ത് നമ്മുടെ ബ്രാഞ്ച് ഏതാന്നുള്ളത്. അതൊന്ന് കാണിച്ചു കൊടുത്തഞ്ചു, മാനുവലി എങ്ങനെ ചെക്ക് ചെയ്യാന്ന്. കണ്ടോ, ഇവിടെ ഉണ്ടാവും, നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഇപ്പൊ ഇത് മെയിൻ ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. അതൊന്ന് ചെക്ക് ചെയ്യണേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഓപ്ഷൻ കണ്ടോ, റെപ്പോസിറ്ററി എടുക്കുമ്പോ റീഡ്മിയുടെ ഒക്കെ മുകളില് 2 ബ്രാഞ്ചസ് 0 ടാഗ്സ് കോഡ് ആ ഒരു ലൈനില് ഒരു ഡ്രോപ്പ് ഡൗൺ അല്ലേ മെയിൻ എന്ന് പറഞ്ഞു കിടക്കുന്നത്. അത് മെയിൻ എന്നാ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം കേട്ടോ. അത് എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. ഇതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, എവരിതിങ് ഈസ് അപ് ടു ഡേറ്റ്. ഇനി നമ്മുടെ ഇതെടുത്ത് ഗിറ്റ് ഹബ് എടുത്ത് ഓക്കെ റീഫ്രഷ് ചെയ്ത ഈ പേജ് ഒന്ന് ഓക്കെ. ഇതും ഈ പറഞ്ഞ പോലെ മാസ്റ്ററിനകത്തേക്കാണ് പോയേക്കുന്നത്. മാസ്റ്റർ എടുത്ത് കമ്പയർ ആൻഡ് പുൾ എടുത്തേടാ, പുൾ റിക്വസ്റ്റ് കൊടുത്ത് അതിനകത്ത് വരുന്നുണ്ടോ നോക്കട്ടെ. സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വന്നിട്ടില്ല. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാണ്. അത് മാസ്റ്ററിനകത്തേക്കാണ് ആഡ് ആയേക്കണത്, ഇതിനകത്ത് പുഷ് ആവണില്ല. പിന്നെ മാം ഇതാ ഞാൻ ചോദിച്ചിട്ടോ, കണ്ടോ ഇതിനകത്ത് ഇതാണ് നമ്മുടെ പ്ലേ റൈറ്റിന്റെ ഫ്ലോ ഫോൾഡർ. അപ്പൊ അതിരുടെ കേസിൽ വേറെ കുറെ ജേസൺ ഫയൽസ് കണ്ടില്ലേ,
എൻ്റെ അടുത്ത് അതൊന്നുമില്ല. അതിലാണ് പിന്നെ ഞാനിത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതല്ലേ? നമ്മൾ പ്ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ആവുന്ന ഫയൽസ് ആണ് അതെല്ലാം. ഇതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇതിനകത്ത് എവിടെയെങ്കിലും ഇല്ല, അതിനകത്ത് ഉണ്ടാവില്ല. നോക്കാം, നാളെ നോക്കാം. ഇപ്പൊ സമയമായി. ഓക്കെ, അപ്പൊ ഇത് ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ സെയിം സ്റ്റെപ്സ് ഒന്ന് ചെയ്തു. ഓക്കെ, പുഷ്. ഓക്കെ, ബാക്കി ഞാൻ നാളെ പറയാം. ശരി.